ഹായ് ഹലോ വെൽക്കം ടു SSC മലയാളി. അപ്പോൾ നമ്മൾ മാർച്ച് മാസത്തിലെ പുതിയ കറണ്ട് അഫയേഴ്സായിട്ട് പുതിയൊരു സെക്ഷനായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വീണ്ടും വന്നിരിക്കുകയാണ്. അപ്പോൾ ഒട്ടും താമസിക്കാണ്ട് മാർച്ച് മാസത്തിലെ കറണ്ട് അഫയേഴ്സിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ PDF കാര്യങ്ങളുടെ ക്ലാസ്സുകളൊക്കെ കാണണമെങ്കിൽ നമ്മുടെ ആപ്പ് SSC മലയാളി ആപ്പ് ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഫസ്റ്റ് ഓക്കെ, ആദ്യത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ICC ചാമ്പ്യൻസ് ട്രോഫി അല്ലെ. നമ്മുടെ ഇന്ത്യക്കാർക്ക് വളരെ അഭിമാനകരമായ ഒരു ട്രോഫിയും കൂടെ നമ്മൾ T20 ശേഷം ഇന്ത്യ എന്താണ് വീണ്ടും ഒരു ചാമ്പ്യൻസ് ട്രോഫി ടൈറ്റിലും കൂടെ ഇന്ത്യ നേടിയിരിക്കുക അല്ല. നമ്മളൊക്കെ ന്യൂസിലുണ്ടായിരുന്നു. എല്ലാവർക്കും ഓൾമോസ്റ്റ് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നോക്കാം. ഇന്ത്യ വോൺ ദ ICC ചാമ്പ്യൻസ് ട്രോഫി 2025 അല്ലേ. നമ്മളെല്ലാവരും ന്യൂസിൽ കണ്ടതാണ്. ഉറപ്പായിട്ടും ഒരു സ്പോർട്സ് കാറ്റഗറി ആയിട്ട് ഉറപ്പായിട്ടും എന്താണ് കറണ്ട് അഫയേഴ്സ് ചോദിക്കാൻ ഹൈ ചാൻസ് കൂടിയൊരു ചോദ്യമാണ്. ഇപ്പോൾ സ്പോർട്സ് ഫോളോ ചെയ്യാത്ത ഒരുപാട് ആൾക്കാരും ഉണ്ട്. എന്നാലും എന്താണ് അവർക്ക് വേണ്ടി എന്താണ് നമുക്കൊന്ന് ജസ്റ്റ് നോക്കാം. ഇന്ത്യ വോൺ ദ ICC ചാമ്പ്യൻസ് ട്രോഫി 2025. അപ്പോൾ ഇതിനു മുമ്പ് എന്നാണ് ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി കപ്പ് സ്വന്തമാക്കിയത്? 2013 കേട്ടോ. 2013 ഇതിനു മുമ്പ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി കപ്പ് സ്വന്തമാക്കിയത്. മേ ബി എന്താണ് അങ്ങനെ ഒരു ചോദ്യം കൂടെ ചോദിക്കാം. ഇപ്പോൾ 2013 ICC ചാമ്പ്യൻസ് ട്രോഫി കൊണ്ടുവരുന്നു. അതുപോലെ ഇപ്പം 2025 എന്താണ് ഇന്ത്യ ചാമ്പ്യൻസ് ട്രോഫി ഫൈനലിൽ അല്ലെങ്കിൽ കപ്പ് നേടി. ഇനി ഹോസ്റ്റ് എവിടെ വെച്ചാണ് നടന്നത്? 2 രാജ്യങ്ങളാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഒന്ന് പാകിസ്ഥാനിൽ, ഒന്ന് UAE. പക്ഷേ മോസ്റ്റ് ഓഫ് ദ കളിയും കൂടുതൽ കളിയും UAE വെച്ചാണ് നടന്നത്. ഫൈനൽ നടന്നതും UAE വെച്ച് തന്നെയാണ്. ഇനി ആരായിരുന്നു റണ്ണേഴ്സ് അപ്പ്? ഓക്കെ, റണ്ണേഴ്സ് അപ്പ് ആരാണ് ചോദിക്കാം. ന്യൂസിലൻഡ്. ഓക്കെ, ന്യൂസിലൻഡാണ് റണ്ണേഴ്സ് അപ്പ് ആയതോട്ട് ചോദിക്കാം. അപ്പോൾ ആരാ കപ്പടിച്ച ആരാന്ന് മാത്രമല്ല ആരാണ് റണ്ണേഴ്സ് അപ്പ് ആയതെന്നും ചോദിക്കാൻ സാധ്യത. അപ്പോൾ ന്യൂസിലൻഡാണ് റണ്ണേഴ്സ് അപ്പ് ആയത്. ഇനി ഇത് കൂടാണ്ട് കുറച്ച് എക്സ്ട്രാ ഫാക്ട്സും കൂടെ നമുക്ക് നോക്കാം. പ്ലെയർ ഓഫ് ദി സീരീസ് ആയത് ആരാണ്? രച്ചിൻ രവീന്ദ്ര. ഓക്കെ, ന്യൂസിലാൻഡിൻ്റെ തന്നെ പ്ലെയർ ആയ രച്ചിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് ദ സീരീസ് ആയ അദ്ദേഹം 263 റൺസ് എത്രയാണ് 263 റൺസ് നേടി പ്ലെയർ ഓഫ് ദ സീരീസ് ആയത് ആരാന്ന് വെച്ചാൽ അത് രച്ചിൻ രവീന്ദ്രയാണ്. അതുപോലെ മോസ്റ്റ് വിക്കറ്റ്സ് ആ ഒരു ടൂർണമെന്റിലുടനീളം ഏറ്റവും കൂടുതൽ വിക്കറ്റ് സ്വന്തമാക്കിയ ആരാന്ന് വെച്ചാൽ അത് മാറ്റ് ഹെൻറിയാണ്. എത്ര വിക്കറ്റാണ്? 10 വിക്കറ്റ്സ് കേട്ടോ. 10 വിക്കറ്റ്സ് മാറ്റ് ഹെൻറി സ്വന്തമാക്കിയത്, അതും നോട്ട് ചെയ്ത് നോക്കാം. ഇനി പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ്, അതായത് നമ്മുടെ ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് POM അവാർഡ് അല്ലേ, ഫൈനലിൽ പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ചത് ആർക്കാണെന്ന് ചോദിക്കാം. അത് രോഹിത് ശർമ്മയാണ്. 76 റൺസ് നേടി രോഹിത് ശർമ്മയാണത്. ഓക്കെ, രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡും കരസ്ഥമാക്കിയത്. അപ്പോൾ ഈ 3 എക്സ്ട്രാ ചോദ്യങ്ങൾ ഫാക്ട്സുകൾ എന്താണ് നിങ്ങളൊന്ന് പഠിച്ചു നോക്കുക. ആരാണ് വെറുതെ ടൂർണമെൻറ്റ് ആരാണ് ബോൺ ചെയ്തത് മാത്രമല്ല, ചിലപ്പം ഏത് കൺട്രിയാണ് ഹോസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ റണ്ണേഴ്സ് അപ്പ് ആയത് ആരാണ് എന്നൊക്കെ ചോദ്യങ്ങൾ വരാറുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ ഹോസ്റ്റ് ചെയ്ത് പാകിസ്ഥാനിൽ UAE പക്ഷേ മോസ്റ്റ് ഓഫ് ദ കളി ഒരുപാട് കൂടുതൽ കളിയിൽ ഫൈനലൊക്കെ നടന്നത് എവിടെയാണ്? ഫൈനലൊക്കെ നടന്നത് UAE. അതുപോലെ പ്ലെയർ ഓഫ് ദി സീരീസ് ആയി മാറിയത്, ആ കംപ്ലീറ്റ് സീരീസിൽ ഏറ്റവും കൂടുതൽ റണ്ണ് കരസ്ഥമാക്കിയ രച്ചിൻ രവീന്ദ്രയാണ് പ്ലെയർ ഓഫ് സീരീസ് ആയി മാറിയത്. അതുപോലെ മോസ്റ്റ് വിക്കറ്റ്സ് ആരാണെന്ന് വെച്ചാൽ അത് മാറ്റ് ഹെൻറി 10 വിക്കറ്റ്സ് എടുത്തു. ഇനി നമ്മുടെ ഫൈനലിൽ ആരാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത് ആരാണെന്ന് വെച്ചാൽ അത് 76 റൺസ് അടിച്ച് രോഹിത് ശർമ്മയാണ് പ്ലെയർ ഓഫ് ദ മാച്ച് ആയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ എക്സ്ട്രാ ആയിട്ട് ലാസ്റ്റ് 2013 ഇന്ത്യ ICC ചാമ്പ്യൻസ് ട്രോഫി കൊണ്ടുപോയതെന്നും ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്തത് മുകേഷ് അംബാനി ഫ്രം ഇന്ത്യ ബിക്കം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ അല്ലെ. നമുക്ക് എല്ലാവർക്കും നമ്മൾ ആദ്യം ചോദിക്കുകയാണ് ആരാണ് നീ മുകേഷ് അംബാനി ആണെന്നൊക്കെ ചോദിക്കാറുണ്ടല്ലേ. അത്രയും റിച്ചസ്റ്റ് മാനാണ്. ഇതിപ്പം പറയാൻ കാരണം എന്ന് വെച്ചാൽ ഇടയ്ക്ക് അദാനി ഗ്രൂപ്പുകളൊക്കെ എന്താണ് ടോപ്പിലേക്ക് വന്നിരുന്നു. പക്ഷേ വീണ്ടും എന്താണ് വീണ്ടും അദാനി ഗ്രൂപ്പ് താഴേക്ക് പോയി അംബാനിയാണ് വീണ്ടും ഏഷ്യയിലെ തന്നെ റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടല്ലോ കേട്ടോ. അപ്പം മുകേഷ് അംബാനി ഫ്രം ഇന്ത്യ ബിക്കം ദ റിച്ചസ്റ്റ് പേഴ്സൺ ഇൻ ഇന്ത്യ. അതുപോലെ ഏഷ്യയിലും ഏകദേശം മുകേഷ് അംബാനിയാണ് ഏറ്റവും റിച്ചസ്റ്റ് പേഴ്സൺ ആയിട്ട് മാറിയിട്ടുള്ളത്. ഇനി വിനോദ് കുമാർ ശുക്ല ഹാസ് ബീൻ അവാർഡ് ദ 59th ജ്ഞാനപീഠ് അവാർഡ് അല്ലെ. ജ്ഞാനപീഠം അവാർഡ് എന്താണ്? ജ്ഞാനപീഠ അവാർഡിന്റെ പ്രത്യേകത എന്താണ്? ഇന്ത്യയിൽ തന്നെ ഹയസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ അവാർഡ് അല്ലെ. എന്താണ് ഹയസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ അവാർഡാണിത് ജ്ഞാനപീഠ അവാർഡ് എന്ന് പറയുന്നത്. ഓക്കെ, അതാണിത് വിനോദ് കുമാർ ശുക്ലയ്ക്ക് 59ാമത്തെയാണിത് ലഭിച്ചിരുന്നത് കേട്ടോ. 59ാമത്തെ. ഇനി ആദ്യത്തെ ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വ്യക്തി ആരാണ്? ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വ്യക്തി നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ G ശങ്കരക്കുറുപ്പ് അല്ലേ. G ശങ്കരക്കുറുപ്പാണിത് നമ്മുടെ ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച വ്യക്തി. അത് മാത്രമല്ല വിനോദ് കുമാർ ശുക്ല ഏത് സ്റ്റേറ്റിലാണെന്ന് ചോദിച്ചാൽ അദ്ദേഹം ഛത്തീസ്ഗഡിലാണ്. അതും വേണമെങ്കിൽ നോട്ട് ചെയ്തോട്ടോ. ഛത്തീസ്ഗഡിൽ നിന്നാണത് അദ്ദേഹം.
ഛത്തീസ്ഗഡ്. വേറെ എക്സ്ട്രാ ഫാക്ട്സ് ആയിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണെന്ന് പറയാം. ഹയസ്റ്റ് ആൻഡ് ഓൾഡസ്റ്റ് ലിറ്ററേച്ചർ അവാർഡായ ജ്ഞാനപീഠ അവാർഡ് 59ാമത്തെ ജ്ഞാനപീഠ അവാർഡ് വിനോദ് കുമാർ ശുക്ല സ്വന്തമാക്കിയിരുന്നു. അത് മാത്രമേ അദ്ദേഹം ഫസ്റ്റ് ജ്ഞാനപീഠ അവാർഡ് ലഭിച്ച നമ്മുടെ ജി ശങ്കർ കുറുപ്പിനാണ്. എക്സ്ട്രാ ഫാക്ട്സ് ആണ്, സ്ട്രാറ്റജിക്ക് പോലെ ചോദിക്കാൻ സാധ്യതയുള്ള ഫാക്റ്റുകളാണ്. അത് മാത്രമല്ല അദ്ദേഹം ഛത്തീസ്ഗഡ് സ്റ്റേറ്റിലാണ് അദ്ദേഹം റെപ്രസെന്റ് ചെയ്യുന്നതും ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്താണ് ഏഷ്യാസ് ലാർജസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ. ഓക്കെ, ഏഷ്യ തന്നെ ഏറ്റവും വലിയ ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത്? വെരി വെരി ഇമ്പോർട്ടൻറ്റ്, ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. എവിടെ കണ്ടക്ട് ചെയ്യുന്നത്? ന്യൂഡൽഹി കേട്ടോ. ഓക്കെ, ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഓക്കെ, സാഹിത്യ അക്കാദമിയാണത് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. സാഹിത്യ അക്കാദമി ഈസ് സെറ്റ് ടു ഓർഗനൈസ് ഇറ്റ്സ് ആനുവൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ്. ഓക്കെ, ഏഷ്യസ് ലാർജസ്റ്റ് ഫെസ്റ്റിവൽ പറയുന്നത് ആനുവൽ ഫെസ്റ്റിവൽ ഓഫ് ലെറ്റേഴ്സ് 2025 എന്നാണ് ആ ഇവന്റിന് അവർ കൊടുത്ത പേര്. ഓക്കെ, എവിടെയാണ്? രബീന്ദ്ര ഭവൻ, ന്യൂഡൽഹിയിലാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നത്. ഇനി ചോദിക്കാവുന്ന മറ്റു ചോദ്യമാണ്, ആരാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നത്? അല്ലേ, നമ്മളെപ്പോഴും കാണാറുണ്ട് ഫേമസ് ആയിട്ടുള്ള മിനിസ്റ്റേഴ്സ് അല്ലെങ്കിൽ എന്താണ് നമ്മുടെ പ്രൈം മിനിസ്റ്റർ അല്ലെങ്കിൽ പ്രസിഡൻ്റൊക്കെ ഇനാഗ്രേറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ അല്ലെങ്കിൽ ലോഞ്ച് ചെയ്യുന്ന ബുക്സുകളൊക്കെ വളരെ ഇമ്പോർട്ടൻസ് കൂടുതലാണ്. അപ്പോൾ ആ ഒരു ഫോർമാറ്റിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ നോക്കാം. ഓക്കെ, ഇനാഗ്രേറ്റ് ചെയ്തത് ആരാണ്? ഇനാഗ്രേറ്റഡ് ബൈ യൂണിയൻ മിനിസ്റ്റർ ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം ശ്രീ ഗജേന്ദ്ര ശെഖവാട്ട്. ആരാണ്? ശ്രീ ഗജേന്ദ്ര ശെഖവാട്ടാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. ആരാണ് അദ്ദേഹം? യൂണിയൻ മിനിസ്റ്റർ ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം. യൂണിയൻ മിനിസ്റ്റർ ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം ഗജേന്ദ്ര ശെഖവാട്ടാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. അപ്പം ഏഷ്യാസ് ലാർജസ്റ്റ് ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ എവിടെ നടന്നു എന്ന് ചോദിക്കുക. എവിടെയാണ്? അത് ന്യൂഡൽഹിയിൽ കണ്ടക്ട് ചെയ്തു. ന്യൂഡൽഹിയിലെ രബീന്ദ്ര ഭവനിൽ കണ്ടക്ട് ചെയ്തു. ആരാണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്? ആരാണ്? ഗജേന്ദ്ര ശെഖവാട്ട്. ആരാണ് അദ്ദേഹം? യൂണിയൻ മിനിസ്റ്റർ ഫോർ കൾച്ചർ ആൻഡ് ടൂറിസം മിനിസ്റ്റർ ആണ് ഇത് ഇനാഗ്രേറ്റ് ചെയ്തതെന്നും ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. അതുമാത്രമല്ല കണ്ടക്ട് ചെയ്ത് സാഹിത്യ അക്കാദമി ആട്ടോ, സാഹിത്യ അക്കാദമിയാണിത് കണ്ടക്ട് ചെയ്തതെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് Dr. Jay Bhattacharya has appointed as the Director of National Institute of Health. അപ്പോയിൻമെൻ്റ് ആണ്, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആണ്, കൃത്യമായിട്ട് പഠിക്കുക. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? ഡോക്ടർ ജയ് ഭട്ടാചാര്യനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതുപോലെ അടുത്ത ഒരെണ്ണമാണ് മാർക്ക് കാർണി ബിക്കം ദ 24th പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. ഓക്കെ, കാനഡയുടെ പ്രൈം മിനിസ്റ്റർ, ഓരോ കൺട്രിയിലെയും പ്രൈം മിനിസ്റ്റേഴ്സ് പ്രസിഡൻസ് ഒക്കെ മാറുമ്പോൾ അത് അപ്പോയിൻമെൻറ്റിൻ്റെ ഒരു വിഭാഗത്തിൽ വരുന്നതാണ്. കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം എന്താണ്, മിക്കപ്പോഴും ഈ നമ്മുടെ ഫേമസ് ആയിട്ടുള്ള കൺട്രീസിൻ്റെ ഒക്കെ എന്താണ് ക്യാപിറ്റൽ, അതുപോലെ എന്താണ് അവിടുത്തെ പ്രസിഡന്റ് പ്രൈം മിനിസ്റ്റർ ഒക്കെ അപ്പോയിൻറ്റ് ചെയ്യുമ്പോൾ എന്താണ് ചോദിക്കാറുണ്ട്. ഓക്കെ, അതുപോലെ കാനഡ ക്യാപിറ്റൽ എവിടെയാണ്? കാനഡ ക്യാപിറ്റലാണ് ഒട്ടാവ അല്ലേ, കാനഡ ക്യാപിറ്റൽ ഒട്ടാവ. അതുപോലെ കറൻസി ആണെന്ന് വെച്ചാൽ അത് കനേഡിയൻ ഡോളറാണിത് അവിടുത്തെ കറൻസി. ഇതൊക്കെ ഇടയ്ക്കൊക്കെ എന്താണ് നമ്മുടെ GK ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. മാർക്ക് കാർണി ബിക്കം ദ 24th പ്രൈം മിനിസ്റ്റർ ഓഫ് കാനഡ. ഓക്കെ, കാനഡയിലെ 24th പ്രൈം മിനിസ്റ്റർ ആയിട്ട് മാർക്ക് കാർണിനെ അപ്പോയിൻറ്റ് ചെയ്തത് മാത്രമല്ല ഡോക്ടർ ജയ് ഭട്ടാചാര്യ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹെൽത്തിൻ്റെ പുതിയ ഡയറക്ടറായിട്ടും അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. 2 പോയിന്റും നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. അടുത്താണ് മായങ്ക് ശർമ്മ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് CGDA. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ്? മായങ്ക് ശർമ്മ. മായങ്ക് ശർമ്മ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് കൺട്രോൾ CGDA. ഓക്കെ, കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് ആയിട്ട് അദ്ദേഹത്തിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് RBI ഹാസ് അപ്പോയിൻറ്റഡ് ഡോക്ടർ അജിത് രത്നാകർ ജോഷി as its ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. ആരാണ്? ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? RBI അജിത് രത്നാകറിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. RBI എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഹൈ ചാൻസ് ഉണ്ട്. എന്നാണ് RBI ഫോം ചെയ്തത്? 1935 April 1. ഓക്കെ, April 1 നമ്മുടെ RBI ഫോം ചെയ്ത്. എക്സ്ട്രാ ഫാക്ട്സ് ആണ്, കുറച്ച് പഠിച്ചു നോക്കുക അല്ലേ. അപ്പോൾ RBIയുടെ പുതിയ ന്യൂ എക്സിക്യൂട്ടീവ് ഡയറക്ടറായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? അജിത് രത്നാകറിനെ അപ്പോയിൻറ്റ് ചെയ്തു. അതുപോലെ പുതിയ CGD ആരാണ്? മായങ്ക് ശർമ്മ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് കൺട്രോളർ ജനറൽ ഓഫ് ഡിഫൻസ് അക്കൗണ്ട് CGD എന്നും പഠിച്ചു നോക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻറ്റ്സ് ഞാൻ പറഞ്ഞ് എപ്പോഴും പറയാറുണ്ട്. കറണ്ട് അഫയേഴ്സിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോയിൻമെൻറ്റ്സ്, അവാർഡ്സ്, സ്പോർട്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എപ്പോഴും ചോദിക്കാനുള്ള ചാൻസ് അല്ലെങ്കിൽ എന്താണ് റിലവൻസ് വളരെ കൂടുതലാണ്. അടുത്താണ് ഡോൾഫിൻ എസ്റ്റിമേഷൻ റിപ്പോർട്ട്. നമ്മുടെ ഇന്ത്യയിൽ ഉടനീളം എന്താണ് ഡോൾഫിനുകൾ എത്ര എണ്ണമുണ്ട്, ഏത് സ്റ്റേറ്റിലാണ് ഏറ്റവും കൂടുതൽ, എന്താ അവരുടെ എസ്റ്റിമേഷൻ, എത്ര നാൾ എന്താണ് ഇവരുടെ ഒരു പോപ്പുലേഷൻ എങ്ങനെയാണെന്നൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരു എസ്റ്റിമേഷൻ റിപ്പോർട്ട് എന്നാണ് റീസെൻ്റ് ആയിട്ട് റിലീസ് ആയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. റിലീസ് ഡ്യൂറിംഗ് ദ 7th മീറ്റിംഗ് ഓഫ് ദ നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫ്. ഓക്കെ, നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിൻ്റെ മീറ്റിംഗിലാണ് ഇത്
ഈ ഡോൾഫിൻ എസ്റ്റിമേഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്യപ്പെടുന്നത്. ഇതിൻ്റെ ഭാഗമായിട്ട് നോക്കി ടോട്ടൽ ഓഫ് 6327 ഡോൾഫിൻസ് ആണിത് ഇതുവരെ ഇന്ത്യയിലുള്ളത്. ഏകദേശം ഒരു എണ്ണക്കണക്കാണ് അല്ലെ, 6327. ഇതിൽ ഏറ്റവും കൂടുതൽ ഡോൾഫിൻസ് ഉള്ള സ്റ്റേറ്റ് അത് ചോദിക്കാൻ ഒരു ചാൻസ് കൂടുതലാണ് അല്ലെ. ഏറ്റവും കൂടുതൽ ഡോൾഫിൻസ് ഉള്ള സ്റ്റേറ്റ് ആണിത് ഉത്തർപ്രദേശ് കേട്ടോ, ഉത്തർപ്രദേശ്. ഓക്കെ, ഉത്തർപ്രദേശ് എത്രയാണ്? 2397 ഡോൾഫിൻസ് ആണ് ഉത്തർപ്രദേശിലുള്ളത് കേട്ടോ. 2397 ഡോൾഫിൻസ് ആണിത് ഉത്തർപ്രദേശിലുള്ളത്. സെക്കൻഡ് കിട്ടിക്കുന്നത് ബീഹാറിനാണ്. സെക്കൻഡ് ബീഹാറാണ്. അങ്ങനെ സെക്കൻഡ് വയ്ക്കാൻ ചാൻസ് ഇല്ല, പക്ഷെ എന്നാലും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കാം. ഏറ്റവും കൂടുതൽ ഡോൾഫിൻസ് ഉള്ള സെക്കൻഡ് സ്റ്റേറ്റ് എന്ന് വെച്ചാൽ അത് ബീഹാറാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ ഡോൾഫിൻസ് ഉള്ള ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണ്? അത് ഉത്തർപ്രദേശാണ്. എത്രയാണ്? 2397. അതുപോലെ ടോട്ടൽ ഇന്ത്യയിൽ എത്ര ഡോൾഫിൻസ് ഉണ്ടെന്ന് വെച്ചാൽ അത് 6327 ഡോൾഫിൻസ് ആണെന്നും ഒന്ന് നോട്ട് ചെയ്ത് നോക്കട്ടെ. അതുപോലെ ഏത് മീറ്റിംഗിന്റെ സമയത്താണ് ഈ റിപ്പോർട്ട്, എസ്റ്റിമേഷൻ റിപ്പോർട്ട് പബ്ലിഷ് ചെയ്തെന്ന് ചോദിക്കാം. ഏതാണ്? അത് നാഷണൽ ബോർഡ് ഫോർ വൈൽഡ് ലൈഫിന്റെ മീറ്റിംഗ് സമയത്താണത് ഈ എസ്റ്റിമേഷൻ റിപ്പോർട്ട് റിലീസ് ചെയ്തതെന്നും ഒന്ന് പഠിച്ചു നോക്കാം കേട്ടോ. അടുത്ത് ഗവൺമെന്റ് അപ്പോയിന്റഡ് IFS ഓഫീസർ നിധി തിവാരി ആസ് ദ പ്രൈവറ്റ് സെക്രട്ടറി ടു PM മോദി. ഓക്കെ, അപ്പം PM മോദിയുടെ പ്രൈവറ്റ് സെക്രട്ടറി എന്താണ് മെമ്പേഴ്സ് കമ്മ്യൂണിറ്റിയിലേക്ക് ആരാടിയിട്ടുണ്ട്? ഗവൺമെന്റ് അപ്പോയിന്റ് IFS ഓഫീസർ നിധി തിവാരിനെ എന്താണ് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ പ്രൈവറ്റ് സെക്രട്ടറി എന്താണ് ഓക്കെ ആകുമ്പോഴേക്കും അത് ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് PM മോദിയുടെ ആകുമ്പോഴേക്കും ഒരു കറണ്ട് അഫയേഴ്സ് ചോദിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക, നിധി തിവാരി ആസ് ദ പ്രൈവറ്റ് സെക്രട്ടറി ടു PM മോദി. ഓക്കെ, അടുത്ത് റാം സുധർ ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് 2025. വീണ്ടും ഒരു അവാർഡ് അല്ലേ, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ആരാണ്? റാം സുധർ. റാം വി സുധർ എന്നൊക്കെ ഒന്ന് കേട്ട് കാണും. എവിടെ കേട്ടോ? റാം വി സുധർ. ഓക്കെ, നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി അല്ലേ, സ്റ്റാച്യു ഓഫ് യൂണിറ്റി, അതിൻ്റെ ആർക്കിടെക്റ്റ് ആണിത് റാം വി സുധർ എന്ന് പറയുന്നത് അല്ലേ. എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റി ഗുജറാത്തിൽ അല്ലേ, ഗുജറാത്തിൽ. ഇനി ചോദിക്കാറുള്ളത് എത്ര മീറ്റർ വേൾഡ്സിലെ തന്നെ ടോളസ്റ്റ് അല്ലെങ്കിൽ ഹയസ്റ്റ് സ്റ്റാച്യു ആയിട്ടുള്ള സ്റ്റാച്യു ഓഫ് യൂണിറ്റി 182 മീറ്റേഴ്സ് ആണത് അതിൻ്റെ ഉയരമെന്ന് പറയുന്നത്. ഓക്കെ, ഇത് ചോദിക്കാം. റാം വി സുധർ ഇതിൻ്റെ ആർക്കിടെക്ചർ ആണ് ചോദിക്കാം. അപ്പോൾ അദ്ദേഹത്തിനാണിത് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ഓഫ് 2025 ലഭിച്ചു കേട്ടോ. വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. അത് മാത്രമല്ല അദ്ദേഹത്തിന് പത്മശ്രീ, ഓക്കെ, പത്മശ്രീ 1999 ലഭിച്ചിട്ടുണ്ട്. അതുപോലെ പത്മഭൂഷൺ 2016 ലഭിച്ചിട്ടുണ്ട്. ഒന്ന് നോട്ട് ചെയ്ത്, കാരണം ചോദിക്കുക. ഇപ്പോൾ റീസെൻ്റ് ആയിട്ട് നമ്മുടെ SSLയിലൊക്കെ ചോദിച്ചു കാണുന്നതാണ് പത്മഭൂഷൺ കിട്ടിയത്, പത്മവിഭൂഷൺ കിട്ടിയ വർഷമൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. പത്മഭൂഷൺ 2016 ലഭിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ പറയാം റാം വി സുധർ. റാം വി സുധർ എന്നാണ് ശരിക്കും ഈ റാം സുധർ എന്ന് പഠിച്ചാൽ റാം സുധർ ഹാസ് ബീൻ കൺഫേർഡ് വിത്ത് മഹാരാഷ്ട്ര ഭൂഷൺ അവാർഡ് ഓഫ് 2025. അദ്ദേഹം നമ്മുടെ സ്റ്റാച്യു ഓഫ് യൂണിറ്റിയുടെ സ്കൾപ്ചറാണ്. ഓക്കെ, 182 മീറ്റർ ആണത് ഇതിൻ്റെ ഉയരം. സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ വരുന്ന പ്രതിമയാണ് സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ പ്രതിമയാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റിയിൽ ഉള്ളത്. ഉയരം 182 മീറ്റർ ആണ്. ഇനി ഇദ്ദേഹത്തിന് പത്മശ്രീ 1999 ലഭിച്ചു, പത്മഭൂഷൺ 2016 ലഭിച്ചു എന്നൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് അജയ് സെയ്ത്ത് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, ഒരു അപ്പോയിൻമെന്റ് ആണ്. അജയ് സെയ്ത്ത് എന്താണ് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അതുപോലെ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഫോം ചെയ്ത വർഷമൊക്കെ ചോദിക്കാനുണ്ട്. 1947 ദ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ഒക്കെ ഫോം ചെയ്ത്. ഓക്കെ, എക്സ്ട്രാ ആയിട്ടൊന്ന് പഠിച്ചു നോക്കുക. അപ്പം ന്യൂ ഫിനാൻസ് സെക്രട്ടറി ആയിട്ട് അപ്പോയിന്റ് ചെയ്തതാണ് അജയ് സെയ്ത്ത്. ഓക്കെ, അജയ് സെയ്ത്ത് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അടുത്താണ് ശ്രീനിവാസുലു ഷെട്ടി ഹാസ് elected as the ചെയർമാൻ ഓഫ് ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത ഒരു അപ്പോയിൻമെന്റ് ആണ്. എന്താണ്? ചെയർമാൻ ഓഫ് IBA അല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്ക്സ് അസോസിയേഷൻ. ആരാണ്? അത് ശ്രീനിവാസലു ഷെട്ടിയാണ്. ഇനി ഇതിൻ്റെ CEO ആരാണെന്നും ഇടയ്ക്ക് ചോദിക്കാറുണ്ട്. CEO ആരാണ്? അത് അതുൽ കുമാർ ഗോയൽ ആട്ടോ. അതുൽ കുമാർ ഗോയൽ ആണത് ഇതിൻ്റെ CEO അല്ലെങ്കിൽ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ഒക്കെ ആരാണെന്ന് വെച്ചാൽ അത് അതുൽ കുമാർ ഗോയൽ ആണ്. ഇനി ഇതിൻ്റെ ചെയർമാൻ ആരാണെന്ന് വെച്ചാൽ അത് ശ്രീനിവാസലു ഷെട്ടി ആണെന്നും പഠിച്ചു വെക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ 2 അപ്പോയിൻമെന്റ്സ് പഠിച്ചു. ഒന്ന് അജയ് സെയ്ത്ത്. ഓക്കെ, അജയ് സെയ്ത്ത് ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ന്യൂ ഫിനാൻസ് സെക്രട്ടറി ഓഫ് ഇന്ത്യ. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ആര്? ശ്രീനിവാസലു ഷെട്ടി ഹാസ് ബീൻ elected as the ചെയർമാൻ ഓഫ് IBA. അതുപോലെ ഇതിൻ്റെ CEO ആരാണെന്ന് വെച്ചാൽ അത് അതുൽ കുമാർ ഗോയൽ ആണെന്നും ഒന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അടുത്ത് IRCTC ആൻഡ് IRFC.
അതായത് നമ്മുടെ IRCTCയും IRFCയും ഒരു നവരത്നയായിട്ട് എന്ത് സെൻട്രൽ ഗവൺമെൻറ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നവരത്ന കമ്പനിയുടെ ലിസ്റ്റിലേക്ക് നമ്മുടെ 25ാമത്തെ കേട്ടോ 25th നവരത്നയായിട്ട് നമ്മുടെ IRCTCയും IRFCനെയും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആയിട്ട് ന്യൂസാണ്. അപ്പോൾ എത്രാമത്തെ നവരത്ന എന്നൊക്കെ മേ ബി എന്താണ് ചോദിക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അപ്പോൾ നോക്കാം. ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ ആണിത് IRCTC. അപ്പോൾ IRCTC ഫുൾ ഫോം കൂടെ പഠിക്കാം അല്ലേ. IRCTC ഇന്ത്യൻ റെയിൽവേ കാറ്ററിംഗ് ആൻഡ് ടൂറിസം കോർപ്പറേഷൻ. അതുപോലെ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് ആണെന്ത് IRCTC എന്ന് പറയുന്നത്. ഇനി IRFC എന്താണ്? IRFC എന്താണ്? ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ബൈ ദ സെൻട്രൽ ഗവൺമെന്റ്. IRFC ഫുൾ ഫോം എന്താണ്? IRFC ഫുൾ ഫോം ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണെന്ത് IRFCയുടെ ഫുൾ ഫോം. ഇപ്പോൾ ഇത് രണ്ടും എന്താണ്? ഇത് രണ്ടും നവരത്ന. ഓക്കെ, നവരത്നയിലേക്ക് സെൻട്രൽ ഗവൺമെന്റ് ചേഞ്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. സെൻട്രൽ ഗവൺമെന്റ് രണ്ടിനെയും നവരത്ന കമ്പനിയിലേക്ക് അല്ലെങ്കിൽ നവരത്ന ഗ്രൂപ്പിലേക്ക് മാറ്റി ചേഞ്ച് ചെയ്തിട്ടുണ്ട്. എത്രാമത്തെയാണ്? 25ാമത്തെ നവരത്നയായിട്ട് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. അത് മാത്രമല്ല രണ്ടിൻ്റെയും ഫുൾ ഫോം കൂടെ ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. IRFC എന്ന് വെച്ചാൽ ഇന്ത്യൻ റെയിൽവേ ഫിനാൻസ് കോർപ്പറേഷൻ ആണെന്നും ഒന്ന് പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത് നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെൻറ്റ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ കോൺഫറൻസുകൾ സബ്മിറ്റുകൾ എവിടെയാണ് നടക്കുന്നത് ചോദിക്കാറുണ്ട്. അപ്പോൾ നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെൻറ്റ് എവിടെയാണ് നടന്നത്? പ്രസിഡന്റ് ദ്രൗപദി മുർമു ഇനാഗുറേറ്റഡ് ദ കോൺഫറൻസ് ഹെൽഡ് അറ്റ് വിഗ്യാൻ ഭവൻ. ഓക്കെ, വിഗ്യാൻ ഭവനിൽ നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെൻറ്റ് ആരാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? എവിടെയാണ്? ആരാണ് ഇത് ഇനാഗുറേറ്റ് ചെയ്യുന്നതാണ്? ആരാണ്? പ്രസിഡന്റ് ദ്രൗപദി മുർമു ആണ് ഇത് ഇനാഗുറേറ്റ് ചെയ്തു. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അതുപോലെ നാഷണൽ കോൺഫറൻസ് ഓൺ എൻവിറോൺമെൻറ്റ് നടന്ന എവിടെയെന്ന് വെച്ചാൽ അത് വിഗ്യാൻ ഭവനിലാണ് അത് നടന്നതെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സബ്മിറ്റ്സും കോൺഫറൻസുകളൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. മാത്രമല്ല അത് ഇനാഗ്രേറ്റ് ചെയ്യുന്ന വ്യക്തികൾ വരുമ്പോഴേക്കും അതിലും വേറെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് മാറണം. അപ്പം പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത വേൾഡ്സ് ഹാപ്പിനെസ് റിപ്പോർട്ട്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. നമ്മൾ എപ്പോഴും എക്സാമിന് കാണിക്കാറുണ്ട്. ഓരോ ഇൻഡെക്സിലെ റിപ്പോർട്ടിൽ ഇന്ത്യയുടെ സ്ഥാനം അല്ലെങ്കിൽ ഫസ്റ്റ് വന്ന കൺട്രിയുടെ സ്ഥാനം, ഇത് രണ്ടും എപ്പോഴും ചോദിക്കാറുണ്ട് അല്ലേ. ആ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യ 2025 കരസ്ഥമാക്കിയത് 118ാമത്തെ റാങ്ക് ആട്ടോ. 118. ഓക്കെ, 118. ഇനി 2024 ഓക്കെ 2024 എത്രാമത്തെ റാങ്ക് ആയിരുന്നു? അത് 126ാം റാങ്ക് ആയിരുന്നു. 126 ആയിരുന്നു. ഓക്കെ, 126 ആയിരുന്നു. 2025 ആയപ്പോഴേക്കും അത് 118ാമത്തെ റാങ്കായി ഇന്ത്യ ഊരിത്തരുന്നുണ്ടോ. അപ്പോൾ ടോപ്പ് വന്ന് ഫിൻലാൻഡ് ആട്ടോ. ഫിൻലാൻഡാണ് മിക്കപ്പോഴും എന്താണ് ഈ ഹാപ്പിനെസ് റിപ്പോർട്ട് ഇൻഡെക്സിലൊക്കെ ടോപ്പ് വരാറുള്ളത്. അപ്പോൾ കഴിഞ്ഞ 2024 ആരാണ്? 2024 ഫിൻലാൻഡ് തന്നെയായിരുന്നു. 2025 ഫിൻലാൻഡ് തന്നെയാണ്. പക്ഷേ നമുക്ക് ഇമ്പോർട്ടൻ്റ് പഠിക്കാനുള്ളത് ഇന്ത്യയുടെ റാങ്ക് എത്രാമതാണെന്നുള്ളത്. ഇന്ത്യയുടെ റാങ്ക് എത്രമാണ്? 118 ഇന്ത്യയുടെ റാങ്ക് എന്ന് പറയുന്നത് കേട്ടോ. അടുത്ത് വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സമ്മിറ്റ് വാസ് ഹെൽഡ് അറ്റ് ഡൽഹി. വീണ്ടും ഒരു സബ്മിറ്റ് അല്ലേ. എന്താണ്? വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സബ്മിറ്റ് എവിടെ നടന്നത്? അത് ഡൽഹിയിൽ വെച്ചാണത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ഇനി എന്തായിരുന്നു തീം? ചിലപ്പോൾ ചോദിക്കാറുണ്ട് തീം എന്താണെന്ന് ചോദിക്കാറുണ്ട്. നമുക്ക് തീം നോക്കാം. പാർട്ണർഷിപ്പ് ഫോർ ആക്സിലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻ. എന്താണ്? പാർട്ണർഷിപ്പ് ഫോർ ആക്സിലറേറ്റിംഗ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് സൊല്യൂഷൻസ് ആണത് ഈ വേൾഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് തീം എന്ന് പറയുന്നത്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അതുപോലെ എവിടെയാണ് ഈ സബ്മിറ്റ് നടന്നതെന്നും ചോദിക്കാറുണ്ട്. അത് ഡൽഹിയിലാണത് ഈ സബ്മിറ്റ് നടന്നതെന്നും നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, നെക്സ്റ്റ്. ഇന്ത്യ ഹാസ് വോൺ ദ 2025 മെൻസ് ആൻഡ് വുമൺസ് കബഡി വേൾഡ് കപ്പ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. കബഡി വേൾഡ് കപ്പ് ആരാണ് വോൺ ചെയ്തത്? അത് ഇന്ത്യയിലെ മെൻസും വുമൺസും പഠിക്കാൻ എളുപ്പമുണ്ടല്ലേ. എന്താണ്? മെൻസിൻ്റെ വിഭാഗവും വിമൻസിൻ്റെ വിഭാഗവും രണ്ടും ആരാണ് വോൺ ചെയ്തത്? രണ്ടും വോൺ ചെയ്ത് ഇന്ത്യയാണ്. ഇനി ചോദിക്കാൻ സാധ്യതയുള്ളത് ഹോസ്റ്റ് കൺട്രി ഏതാണ്? അതായത് എവിടെ വെച്ചാണ് ഇത് നടന്നു ചോദിക്കാറുണ്ട്. അത് ഇംഗ്ലണ്ടിൽ വെച്ചാണ് ഈ വെന്യൂ അല്ലെങ്കിൽ ഈ ഒരു ചാമ്പ്യൻഷിപ്പ് നടന്നത് ഇംഗ്ലണ്ട്. അത് മാത്രമല്ല ആരാണ് റണ്ണറപ്പ് ആയെന്ന് വെച്ചാൽ മെൻസിൻ്റെയും വുമൻസിൻ്റെയും ഭാഗത്ത് രണ്ടും ആരാ റണ്ണറപ്പായതും ഇംഗ്ലണ്ട് തന്നെയാണ് അല്ലേ. പഠിക്കാൻ എളുപ്പമുണ്ട്. നടന്ന വെച്ചാൽ അത് ഇംഗ്ലണ്ടിലാണ്. ഇനി മെൻസും വിമൻസും റണ്ണേഴ്സപ്പായി മാറിയത് എവിടെയാണ്? അതും ഇംഗ്ലണ്ട് തന്നെയാണ്. ഇനി മെൻസും വിമൻസും ജയിച്ചത് കപ്പ് വോൺ ചെയ്താരാണ്? രണ്ടും ഇന്ത്യ ആണെന്ന് പഠിച്ചു വെക്കുക. ഇത് മാത്രമേ എപ്പോഴും ചോദിക്കാറുള്ളൂ. ഒന്നെങ്കിൽ ആരാണ് വോൺ ചെയ്ത്, അല്ലെങ്കിൽ റണ്ണേഴ്സപ്പ് ആരാണ്, അല്ലെങ്കിൽ ഹോസ്റ്റ് കൺട്രി എവിടെ വെച്ചാണിത് ഹോസ്റ്റ് ചെയ്ത്. ഈ മൂന്ന് കാര്യങ്ങളും എപ്പോഴും റിപ്പീറ്റ് ചോദിക്കാറുണ്ട്. അടുത്ത് വന്ദാര ആനിമൽ റെസ്ക്യൂ ആൻഡ്
കൺസർവേഷൻ സെൻറ്റർ ഹാസ് ബീൻ ഇനാക്ടഡ് ഇൻ ഗുജറാത്ത്. എന്താണ്? ആനിമൽ റെസ്ക്യൂ അല്ലേ? ആനിമൽ റെസ്ക്യൂ ആൻഡ് കൺസർവേഷൻ സെൻറ്റർ എവിടെ സ്റ്റാർട്ട് ചെയ്തു? അത് ഗുജറാത്തിലെ ജംന നഗറിൽ സ്റ്റാർട്ട് ചെയ്തു. ഇത് ആരാണ് ഇനിഷ്യേറ്റ് ചെയ്തത്? റിലയൻസ്. ഓക്കെ, റിലയൻസ് ആട്ടോ. ഇതിൻ്റെ റിലയൻസ് ഇൻഡസ്ട്രീസ് ആണെന്ത് ഇത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. അവരുടെ ഫൗണ്ടർ ആരാന്ന് വെച്ചാൽ ആനന്ദ് അംബാനി ആട്ടോ. ഫൗണ്ടർ ആരാന്ന് വെച്ചാൽ അത് ആനന്ദ് അംബാനിയാണിത് ഇതിൻ്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, റിലയൻസ് ഇൻഡസ്ട്രീസ് ആണിത് ബിൽഡ് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ ഫൗണ്ടർ, ഈ വന്ദാര ആനിമൽ റെസ്ക്യൂവിൻ്റെ ഫൗണ്ടർ ആരാണെന്ന് വെച്ചാൽ അത് ആനന്ദ് അംബാനിയാണെന്ന് പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഓക്കെ, അടുത്ത് യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ് അനൗൺസ്ഡ് നോർത്ത് ഇന്ത്യസ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്രൊജക്ട് ഇൻ ഗോരഖ്പൂർ, ഹരിയാന. എവിടെയാണ്? ആരാണ് ഇതിനെ അനൗൺസ് ചെയ്തത്? യൂണിയൻ മിനിസ്റ്റർ ജിതേന്ദ്ര സിംഗ്. ഓക്കെ, ജിതേന്ദ്ര സിംഗ് അനൗൺസ് ചെയ്ത് നോർത്ത് ഇന്ത്യാസ് ഫസ്റ്റ് അല്ലേ, ഇമ്പോർട്ടൻ്റ് ആണ്, നോർത്ത് ഇന്ത്യാസ് ഫസ്റ്റ് ന്യൂക്ലിയർ പവർ പ്രൊജക്ട് ഇൻ ഗോരഖ്പൂർ, ഹരിയാന. ഗോരഖ്പൂരിലെ ഹരിയാനയിൽ എന്താണ്? നോർത്ത് ഇന്ത്യയിലെ ആദ്യത്തെ ന്യൂക്ലിയർ പവർ പ്രൊജക്റ്റ് അദ്ദേഹം അനൗൺസ് ചെയ്തിട്ടുണ്ട്. അടുത്താണ് ഇന്ത്യാസ് ഫസ്റ്റ് PPP. എന്താണ്? പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാൻ ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ ഇൻഡോർ. ഓക്കെ, ഇൻഡോർ എന്താണ്? ഫസ്റ്റ് PPP സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ്. ഫസ്റ്റ് പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്രോസസിംഗ് പ്ലാൻ ഹാസ് ബീൻ സെറ്റപ്പ് ഇൻ ഇൻഡോർ അല്ലേ, ഇൻഡോറിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ചോദിക്കാം, ഫസ്റ്റ് PP പ്ലാന്റ് അല്ലെങ്കിൽ PPP പ്ലാന്റ് ഗ്രീൻ വേസ്റ്റുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ പ്ലാന്റ് ഉള്ളത്, എവിടെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തതെന്ന് ചോദിക്കാം. ഇനി എന്തിൻ്റെ അണ്ടറിലാണ് ചോദിച്ചാൽ ഇത് സ്വച്ഛ് ഭാരത് മിഷൻ കേട്ടോ. സെറ്റപ്പ് അണ്ടർ സ്വച്ഛ് ഭാരത് മിഷൻ. ഓക്കെ, സ്വച്ഛ് ഭാരത് മിഷൻ അണ്ടറിലാണിത് ഈ പബ്ലിക് പ്രൈവറ്റ് പാർട്ണർഷിപ്പ് ഗ്രീൻ വേസ്റ്റ് പ്ലാന്റ് പ്രോസസിങ് സെറ്റപ്പ് ചെയ്തിട്ടുള്ളത്. അതായത് ഗ്രീൻ വേസ്റ്റുകളെ എന്താണ് പ്രോസസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു പ്ലാന്റ് ആണ്. അടുത്താണ് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 ഹാസ് വോൺ ബൈ പ്രണവ് വെങ്കടേഷ്. വെരി വെരി ഇമ്പോർട്ടൻറ്റ് ഒരു ചെസ് ചാമ്പ്യൻഷിപ്പ് അല്ലേ. എന്താണ്? ചെസ് ചാമ്പ്യൻഷിപ്പ് വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് 2025 ആരാണ് വോൺ ചെയ്ത് പ്രണവ് വെങ്കടേഷ് ആണോ. പ്രണവ് വെങ്കടേഷ് ആണത് ഇത് വോൺ ചെയ്ത്. ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവാർഡാണ്. ഇപ്പോൾ ചെസ്സിൻ്റെ അവാർഡ്സ് ഒക്കെ ചോദിച്ചു കണ്ടിട്ടുണ്ട്, എപ്പോഴും എന്താണ് ചോദിക്കാറുണ്ട്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. വേൾഡ് ജൂനിയർ ചെസ് ചാമ്പ്യൻഷിപ്പ് ആര് വോൺ ചെയ്തു? ഇന്ത്യൻ ഗ്രാൻഡ് മാസ്റ്ററായ പ്രണവ് വെങ്കടേഷ് ആണത് ഇത് വോൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് ചന്ദ്രയാൻ 5 അല്ലേ, നമ്മൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിൽ കേട്ടാണ്. ചന്ദ്രയാൻ 3യുടെ കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടായിരുന്നു. അടുത്ത് ചന്ദ്രയാൻ 4 ഉണ്ട്, അതിനുശേഷം ചന്ദ്രയാൻ 5 വരുന്നുണ്ട്. ഇനി ചന്ദ്രയാൻ 5 ആരുടെ കൂടെ കൊളാബറേഷനിലാണ് ചന്ദ്രയാൻ 5 നമ്മൾ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്നത് അല്ലേ? ഇറ്റ് വിൽ ബി ലോഞ്ച് ഇൻ കൊളാബറേഷൻ വിത്ത് ജാക്സ, ജപ്പാൻ്റെ സ്പേസ് ഓർഗനൈസേഷൻ ആണ് ഇത് ജാക്സ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചന്ദ്രയാൻ 5 ലോഞ്ച് ചെയ്യാൻ പോകുന്നത് ജാക്സയുടെ കൊളാബറേഷൻ ആയിട്ടാണ്. അപ്പോൾ ചന്ദ്രയാൻ എന്ന് പറഞ്ഞപ്പോൾ നമുക്ക് ബാക്കിയുള്ള ചന്ദ്രയാൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം അല്ലേ. ചന്ദ്രയാൻ 1 2008 ഏത് വർഷം ചോദിക്കാറുണ്ട് കേട്ടോ. ഓക്കെ, ചന്ദ്രയാൻ 1 2008 നമ്മൾ എന്താണ് ലോഞ്ച് ചെയ്തു. ചന്ദ്രയാൻ 2 2019 നമ്മൾ ലോഞ്ച് ചെയ്തു. ചന്ദ്രയാൻ 3 2023 നമ്മൾ ലോഞ്ച് ചെയ്തു. അങ്ങോട്ടാണ് ശിവശക്തി പോയിന്റ് അല്ലേ, ശിവശക്തി പോയിന്റ്. ഇനി അത് മാത്രമല്ല നാഷണൽ സ്പേസ് ഡേ അല്ലേ, നാഷണൽ സ്പേസ് ഡേ ആയിട്ട് നമ്മൾ ഓഗസ്റ്റ് 23 ആഘോഷിക്കുന്നതിൻ്റെ പേരിൽ. കാരണം നമ്മുടെ ചന്ദ്രയാൻ 3 നമ്മുടെ ശിവശക്തി പോയിന്റിൽ ലാൻഡ് ചെയ്ത ആ ഡേക്കാണിത് നമ്മൾ നാഷണൽ സ്പേസ് ഡേ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. അത് ഓഗസ്റ്റ് 23 ആണ്. ഈ ചന്ദ്രയാൻ 4 എന്താണെന്ന് വെച്ചാൽ അതും 2027 നമ്മൾ ചന്ദ്രയാൻ 4 ലോഞ്ച് ചെയ്യുന്നത്. സെയിം ശിവശക്തി പോയിന്റിലേക്ക് തന്നെയാണിത് ഈ ചന്ദ്രയാൻ 4 നമ്മൾ ലോഞ്ച് ചെയ്യാൻ പോകുന്നത് അല്ലേ. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് നോക്കുക. ചന്ദ്രയാൻ 5 ജാക്സയുടെ കൊളാബറേഷൻ ആണ്. ചന്ദ്രയാൻ 1 2018 ആണ്, 2 2019 ആണ്, 3 2023 ആണ്, ആൻഡ് 4 2027 ആണ്. 5ൻ്റെ ഇയർ വന്നിട്ടില്ല, പക്ഷേ നമ്മൾ കൊളാബറേഷൻ വിത്ത് ജപ്പാൻ സ്പേസ് ഓർഗനൈസേഷൻ ആയിട്ട് നമ്മൾ കൊളാബറേഷൻ ന്യൂസ് മാത്രമാണ് പുറത്ത് വന്നിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ അത് പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അടുത്ത് ഓപ്പറേഷൻ ബ്രഹ്മ. ഓക്കെ, നമ്മൾ റീസെൻ്റ് ആയിട്ട് ന്യൂസിലൊക്കെ കണ്ടു കാണും. മ്യാൻമാറിലല്ലേ, മ്യാൻമാറിൽ ഭയങ്കരമായിട്ടുള്ള എർത്ത് ക്വേക്ക് ഉണ്ടായിട്ട് അവിടെ എന്താണ് അവിടുത്തെ സിറ്റുവേഷൻ വളരെ മോശമായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്ത്യ ഒരു 15 tons ഓഫ് റിലീഫ് മെറ്റീരിയൽ എന്താണ് മ്യാൻമാറിലേക്ക് നമ്മൾ
കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് പറയുന്ന പേര് ഇതിന് പറയുന്ന പേരാണെന്ത്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് കേട്ടോ. ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാറുണ്ട്. നമ്മൾ ഇതുപോലെ ഹെൽപ്പ് കൊടുക്കുമ്പോഴേക്കിനും അല്ലെങ്കിൽ എന്താണ് ഒരു റെസ്ക്യൂ ഓപ്പറേഷൻ നടത്തുമ്പോഴേക്കിനും അതിനൊരു പേരുകൾ ഇടാറുണ്ട്. അപ്പോൾ പേരുകൾ എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് എന്താണ്? ഡെലിവേർഡ് 15 tons ഓഫ് റിലീഫ് മെറ്റീരിയൽ ടു മ്യാൻമാർ ഡ്യൂ ടു എർത്ത് കേക്ക്. ഓക്കെ, എർത്ത് കേക്കിൻ്റെ ഭാഗമായിട്ട് അവിടെ എന്താണ് നമുക്ക് അവിടെ കുറേ നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ എന്താണ് അവിടെയുള്ള ജനങ്ങൾക്ക് വേണ്ടി നമ്മളൊരു റിലീഫ് മെറ്റീരിയൽ എന്താണ് 15 tons അടങ്ങുന്ന റിലീഫ് മെറ്റീരിയൽ നമ്മൾ അയച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരാണ് എന്താ? ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത്. അടുത്ത്, ഇന്ത്യ ഹാസ് ഡെവലപ്ഡ് ഇറ്റ്സ് ഫസ്റ്റ് ഇൻഡിജീനിയസ് മാഗ്നറ്റിക് റിസോണൻസ് ഇമേജിംഗ്, അത് MRI മെഷീൻ. ഓക്കെ, എവിടെയാണ് ഡെവലപ്പ് ചെയ്തത്? അറ്റ് എയിംസ് ഡൽഹി. ഓക്കെ, എയിംസ് ഡൽഹിയിൽ എന്താണ് നമ്മൾ ഫസ്റ്റ് ഇൻഡിജീനിയസ് ആയിട്ടുള്ള MRI മെഷീൻ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്തിട്ടുണ്ട്. എവിടെയാണ് ചെയ്തതെന്ന് വെച്ചാൽ അത് എയിംസ് ഡൽഹിയിലാണിത് നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത്, India's first nano electronics road show inaugurated in IISc Bangalore. ഓക്കെ, IISc ബാംഗ്ലൂരിൽ എന്താണ് ഫസ്റ്റ് ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഈ ഫസ്റ്റ് ഹയസ്റ്റ് അങ്ങനെ പറയുന്ന കാര്യങ്ങളൊക്കെ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലായിരിക്കും അല്ലേ. അപ്പോൾ ഇന്ത്യാസ് ഫസ്റ്റ് നാനോ ഇലക്ട്രോണിക്സ് റോഡ് ഷോ ഇനോഗ്രേറ്റഡ് ഇൻ IISc ബാംഗ്ലൂർ. ഓക്കെ, ബാംഗ്ലൂർ എന്താണ് ഇത് ഇനോഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെന്ന് പഠിച്ചു നോക്കാം. 3 പഠിച്ചു. ഫസ്റ്റ് എന്താണ്? ഓപ്പറേഷൻ ബ്രഹ്മ, മ്യാൻമാറിലേക്കുള്ള നമ്മളെ റിലീഫ് അല്ലേ, നമ്മളൊരു സഹായമാണെന്ന് ഓപ്പറേഷൻ ബ്രഹ്മ എന്ന് പറയുന്നത് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്തത് നമുക്ക് കുറച്ച് മിലിറ്ററി അല്ലെങ്കിൽ നേവൽ അല്ലെങ്കിൽ ആർമി എക്സസൈസ് നോക്കാം. ഓക്കെ, എപ്പോഴും ചോദിക്കാറുണ്ട് ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ് ഈ എക്സസൈസ് നടക്കുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതെന്ന്, അല്ലെങ്കിൽ ഇതിൻ്റെ പേരെന്താണെന്ന്, അങ്ങനെ 3 ടൈപ്പ് ഓഫ് ചോദ്യങ്ങൾ എപ്പോഴും ചോദിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് നോക്കാം. എന്താണ്? ഫസ്റ്റ് ബോങ്കോ സാഗർ. എന്താണ് ബോങ്കോ സാഗർ? ഏതൊക്കെ കൺട്രീസ് തമ്മിലാണ് ബോങ്കോ സാഗർ? ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് ആട്ടോ. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് തമ്മിലുള്ള ഒരു നേവൽ എക്സസൈസിൻ്റെ പേരാണ് ബോങ്കോ സാഗർ എന്ന് പറയുന്നത്. ഇത് എവിടെയാണ് കണ്ടക്ട് ചെയ്യുന്നത് ചോദിക്കാറുണ്ട് കേട്ടോ. കണ്ടക്ട് ചെയ്ത് ബേ ഓഫ് ബംഗാൾ ആണ്. എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ. ബേ ഓഫ് ബംഗാളിലാണിത് നമ്മുടെ ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ് തമ്മിലുള്ള എക്സസൈസ് കണ്ടക്ട് ചെയ്ത്. അതിൻ്റെ പേരെന്താണ്? ബോങ്കോ. അപ്പോൾ ബി എന്ന് പറയുമ്പോഴേക്കും ബംഗ്ലാദേശ് അങ്ങനെ കണ്ടക്ട് ചെയ്യുന്നത് കേട്ടോ. ബോങ്കോ, ഇന്ത്യ ആൻഡ് ബംഗ്ലാദേശ്. അടുത്താണ് ഇന്ദ്ര. എവിടെയാണ്? ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, ഇന്ദ്ര എന്ന് വെച്ചാൽ 14th എഡിഷൻ ആട്ടോ. 14 എത്രാമത്തെ എഡിഷൻ എന്ന് വെച്ചാൽ 14th എഡിഷൻ ഇന്ദ്ര. ഓക്കെ, ഇവിടെ ആരൊക്കെ തമ്മിലാണ്? ഇന്ദ്ര. അപ്പം ഇന്ത്യ റഷ്യ അങ്ങനെ പഠിച്ചോ. ഇന്ത്യ ആൻഡ് റഷ്യ. ഓക്കെ, ഇന്ത്യ ആൻഡ് റഷ്യ. ഇതും കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? ഇത് കണ്ടക്ട് ചെയ്ത് ചെന്നൈ ആൻഡ് ബേ ഓഫ് ബംഗാൾ ആണ്. ചെന്നൈ ആൻഡ് ബേ ഓഫ് ബംഗാൾ ആണിത്. ഇതും കണ്ടക്ട് ചെയ്ത് കേട്ടോ. ചെന്നൈ ആൻഡ് ബേ ഓഫ് ബംഗാൾ 14th എഡിഷൻ കണ്ടക്ട് ചെയ്ത് ചെന്നൈ ആൻഡ് ബേ ഓഫ് ബംഗാളിലാണ്. അടുത്താണ് സീ ഡ്രാഗൺ. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് US തമ്മിലുള്ള ആർമി എക്സസൈസ് ആണിത്. ഇന്ത്യ ആൻഡ് US തമ്മിലുള്ള സീ ഡ്രാഗൺ എന്ന് പറയുന്നത്. എന്താണ്? സീ ഡ്രാഗൺ. 3 പഠിച്ചു. എന്തൊക്കെയാണ്? ഫസ്റ്റ് പഠിച്ചത് ബോങ്കോ സാഗർ. അപ്പോൾ ബി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശ് അല്ലേ. ബംഗ്ലാദേശ് ആൻഡ് ഇന്ത്യ കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? ബേ ഓഫ് ബംഗാൾ വെച്ചാണ് കണ്ടക്ട് ചെയ്തത്. അടുത്താണ് ഇന്ദ്ര. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് റഷ്യ. കണ്ടക്ട് ചെയ്ത് എവിടെയാണ്? കണ്ടക്ട് ചെയ്ത് ചെന്നൈയും ബേ ഓഫ് ബംഗാളിലും വെച്ചാണ്. അടുത്താണ് സീ ഡ്രാഗൺ. എവിടെ കണ്ടക്ട് ചെയ്ത്? ഇന്ത്യ ആൻഡ് US വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്തത് കേട്ടോ. സോറി. അടുത്ത് വരുണ. എപ്പോഴും ചോദിക്കുന്നതാണ് വരുണ എക്സസൈസ്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഫ്രാൻസ് തമ്മിലാണിത് വരുണ എക്സസൈസ്. ഒരു നേവൽ അല്ല, നേവി എക്സസൈസ് അല്ലേ, നേവി. ഓക്കെ, ഒരു നേവി നേവൽ എക്സസൈസ് ആണിത് വരുണ എന്ന് പറയുന്നത്. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് ഫ്രാൻസ്. എപ്പോഴും ചോദിക്കാറുള്ളതാണ്. ഇന്ത്യ ആൻഡ് ഫ്രാൻസ് തമ്മിലുള്ള എക്സസൈസിൻ്റെ പേരാണിത് വരുണ എന്ന് പറയുന്നത്. ഇത് കണ്ടക്ട് ചെയ്ത് അറേബ്യൻ സീയിലാട്ടോ. അറേബ്യൻ സീ അത് ചോദിക്കാറുണ്ട് കേട്ടോ. എവിടെ വെച്ചാണ് ഇത് കണ്ടക്ട് ചെയ്യുന്നതൊക്കെ ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പം അറേബ്യൻ സീ വെച്ചാണിത് ഇത് കണ്ടക്ട് ചെയ്ത്. ഇനി അടുത്താണ് ഖാൻജാർ 2025. ആരൊക്കെയാണ്? ഖാൻജാർ 2025. ആരൊക്കെ തമ്മിലാണ്? ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ. ഓക്കെ, ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ ആണിത് ഖാൻജാർ 2025 കണ്ടക്ട് ചെയ്ത്. എവിടെയാണെന്ന് വെച്ചാൽ ടോക്മോക്ക്, കിർഗിസ്ഥാനിലെ ടോക്മോക്ക് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ചാട്ടോ. ടോക്മോക്ക്. ഓക്കെ, ടോക്മോക്ക് എന്നൊരു സ്ഥലത്താണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇനി അടുത്താണ് പ്രശാന്ത് പ്രഹാർ. എവിടെയാണ്? പ്രശാന്ത് പ്രഹാർ. ഓക്കെ, ഒരു ആർമി എക്സസൈസ് ആണ് പ്രശാന്ത് പ്രഹാർ. ഇന്ത്യൻ ആർമി കേട്ടോ. കണ്ടക്റ്റഡ് ബൈ ആരാന്ന് വെച്ചാൽ കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ ആർമിയാണ്. കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ ആർമി. ചോദിക്കാം ആരാണ്? ആർമി ആണോ നേവി ആണോ എന്നൊക്കെ ചോദിക്കാം, അല്ലെങ്കിൽ എയർഫോഴ്സ് ആണോ എന്നൊക്കെ ചോദിക്കാം. അപ്പം ഇന്ത്യൻ ആർമി കണ്ടക്ട് ചെയ്താണിത് പ്രശാന്ത് പ്രഹാർ എന്ന് പറയുന്നത്. എവിടെയാണ് കണ്ടക്ട് ചെയ്തത്? രാജസ്ഥാനിലാണിത് കണ്ടക്ട്
ചെയ്തു കേട്ടോ. അപ്പോൾ നമ്മൾ 3 പഠിച്ചു. ഏതൊക്കെയാണ്? ഒന്ന് വരുണ, ഓക്കെ, വരുണ ഇന്ത്യ ആൻഡ് ഫ്രാൻസ്, അതുപോലെ ഖാൻച 2025 ഇന്ത്യ ആൻഡ് കിർഗിസ്ഥാൻ തോക്മോക്കിൽ, അതുപോലെ പ്രശാന്ത് പ്രഹാർ രാജസ്ഥാൻ. ഓക്കെ, കണ്ടക്റ്റഡ് ബൈ ആരാണ്? അത് ഇന്ത്യൻ ആർമിയാണ് കണ്ടക്ട് ചെയ്തത് കേട്ടോ. അടുത്ത് മാധവ് നാഷണൽ പാർക്ക് അല്ലേ, നമ്മൾ ഇടയ്ക്കൊക്കെ ന്യൂസിൽ കാണാറുണ്ട്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കുമ്പോൾ അല്ലേ, നമ്മൾ ബയോസ്ഫിയർ റിസർവ് ഒക്കെ പഠിക്കുമ്പോൾ അല്ലെങ്കിൽ നാഷണൽ പാർക്ക് പഠിക്കുമ്പോൾ കാണാറുണ്ട് അല്ലേ. മാധവ് നാഷണൽ പാർക്ക് ഹാസ് ബീൻ ഡിക്ലെയർഡ് ആസ് ഇന്ത്യാസ് 58th ടൈഗർ റിസർവ്. എത്രയാണ്? 58th ടൈഗർ റിസർവ് ആയിട്ട്. 58 എവിടെയാണ്? ശിവപുരി ഡിസ്ട്രിക്റ്റിലാട്ടോ. ശിവപുരി ഡിസ്ട്രിക്റ്റിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇതോടുകൂടി എന്താണ്? മധ്യപ്രദേശിൽ എത്ര ടൈഗർ റിസർവ് ഉണ്ടെന്ന് വെച്ചാൽ മധ്യപ്രദേശിൽ ഇപ്പോൾ 9, ഓക്കെ, 9 ടൈഗർ റിസർവ് എന്താണ് ഇപ്പം മധ്യപ്രദേശിൽ നിലവിൽ ഉണ്ട്. അപ്പം മധ്യപ്രദേശിൽ റീസെൻ്റ് ആയിട്ട് വന്ന ടൈഗർ റിസർവ് ഏതാണെന്ന് വെച്ചാൽ അത് മാധവ് നാഷണൽ പാർക്ക് ടൈഗർ റിസർവ് ആണെന്ന് ഒന്ന് പഠിച്ചു നോക്കുക. അതുപോലെ ഏത് ഡിസ്ട്രിക്റ്റ് ആണെന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഏതാണ്? അത് ശിവപുരി ഡിസ്ട്രിക്റ്റ് ആണെന്നും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത് ഇന്തോനേഷ്യ ബിക്കം ദ ന്യൂവസ്റ്റ് മെമ്പർ ഓഫ് ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക്. ഓക്കെ, അപ്പം ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിന്റെ പുതിയ മെമ്പറായിട്ട് ആരെ അപ്പോയിന്റ് ചെയ്തു? ആരെ അഡ്മിറ്റ് ചെയ്തു? ഇന്തോനേഷ്യനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് വെച്ചാൽ നമ്മുടെ ബ്രിക്സിന്റെ അണ്ടറിൽ വരുന്ന കേട്ടോ. ബ്രിക്സ്, ഓക്കെ, നമ്മുടെ ബ്രിക്സിന്റെ ഒക്കെ അണ്ടറിൽ വരുന്നതാണ് ഈ ന്യൂ ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. ഇവിടെ ബ്രിക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണ്? ബ്രിക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആണ് ഷാങ്കായ് അല്ലേ. ഷാങ്കായിലാണ് ഇത് ബ്രിക്സിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. അതുപോലെ പ്രസിഡന്റ് ആരാന്ന് ചോദിക്കാറുണ്ട്. പ്രസിഡന്റ് ആരാണ്? പ്രസിഡന്റ് ദിൽമ റൗസഫ് ആട്ടോ. പ്രസിഡന്റ് ദിൽമ റൗസഫ് ആണ് ഇത് ബ്രിക്സിന്റെ പ്രസിഡന്റ് ആയിട്ട് വരുന്നത്. അപ്പോൾ ന്യൂ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്ത ന്യൂവസ്റ്റ് മെമ്പർ എന്ന് വെച്ചാൽ അത് ഇന്തോനേഷ്യ ആണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. അതുപോലെ മാധവ് നാഷണൽ പാർക്ക് 58ാമത്തെ ടൈഗർ റിസർവ് ആയിട്ട് മാറിയിട്ടുണ്ടെന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്തൊരു അവാർഡാണ് ഗുണ്ടർ ബ്ലോഷൽ ഹാസ് വോൺ ദ സ്റ്റോക്ക്ഹാം വാട്ടർ പ്രൈസ് 2025. അല്ലേ, ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു അവാർഡാണ് സ്റ്റോക്ക്ഹാം വാട്ടർ പ്രൈസ് എന്നൊക്കെ പറഞ്ഞാൽ എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്. ആരാണ് വോൺ ചെയ്ത്? ഗുണ്ടർ ബ്ലോഷൽ ഹാസ് വോൺ ദ സ്റ്റോക്ക്ഹാം വാട്ടർ പ്രൈസ് ഓഫ് 2025. ഓക്കെ, അടുത്താണ് മസാക്കി കജിവാര ഹാസ് ബീൻ അവാർഡ് ദ ഏബൽ പ്രൈസ് 2025. ഈ ഏബൽ പ്രൈസ് ഏത് സബ്ജക്റ്റുമായിട്ട് അല്ലെങ്കിൽ ഏത് ഫീൽഡുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതൊക്കെ ചോദ്യം ചോദിക്കാറുണ്ട്. അത് മാത്തമാറ്റിക്സ് ആട്ടോ. ഓക്കെ, ഏബൽ പ്രൈസ് മാത്തമാറ്റിക്സുമായിട്ടാണ് ബന്ധപ്പെട്ട് കിടക്കുന്നത് കേട്ടോ. മാത്തമാറ്റിക്സ്, ഓക്കെ, നോബൽ പ്രൈസ് ഓഫ് മാത്തമാറ്റിക്സ് എന്നൊക്കെ അറിയപ്പെടുന്നത് ഈ ഏബൽ പ്രൈസ് ആണ്. ഏബൽ പ്രൈസ്, ഓക്കെ. ഇപ്പം മസാക്കി ഗജിവാര ഹാസ് ബീൻ അവാർഡ് ദ ഏബൽ പ്രൈസ് 2025. 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അവാർഡ്സ് ആണ്. ഒന്ന് സ്റ്റോക്ക്ഹാം വാട്ടർ പ്രൈസ് ആർക്കാണ്? ഗുണ്ടർ ബ്ലോഷൽ ഹാസ് വോൺ ദ സ്റ്റോക്ക്ഹാം വാട്ടർ പ്രൈസ്. അതുപോലെ മസാക്കി ഗജിവാര ഹാസ് ബീൻ അവാർഡ് ദ ഏബൽ പ്രൈസ് 2025 കേട്ടോ. 2 ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ. ഓക്കെ, ഇന്ത്യയിൽ തന്നെ ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ എവിടെയാണ് ബിൽഡ് ചെയ്തത്? ഇറ്റ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ് ഇൻ ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇത് വേൾഡ് പീസ് സെന്റർ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. എന്താണ് ഈ പീസ് സെന്റർ ഉദ്ദേശിക്കുന്നത്? ടു പ്രൊമോട്ട് പീസ്, നോൺ വയലൻസ് ആൻഡ് ഗ്ലോബൽ ഹാർമണി. ഇതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് അല്ലേ. ഓക്കെ, മെയിൻ ആയിട്ടുള്ള ഒബ്ജക്റ്റീവ് ഇന്ത്യസ് ഫസ്റ്റ് വേൾഡ് പീസ് സെന്റർ എവിടെയാണ്? ഹരിയാനയിലെ ഗുരുഗ്രാമിൽ ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ എന്താണ് ഇതിൻ്റെ എയിം വെച്ചാൽ ടു പ്രൊമോട്ട് നോൺ വയലൻസ്, പീസ് ആൻഡ് ഹാർമണി. ഇനി ആരാണ് ഇത് ബിൽഡ് ചെയ്യാൻ? ഓക്കെ, ഒരു ഇനിഷ്യേറ്റീവ് അല്ലെങ്കിൽ ആരുടെ നേതൃത്വത്തിലാണ് ഇത് ബിൽഡ് ചെയ്തെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, അത് നോട്ട് വെക്കാം. അതായത് അഹിംസ വിശ്വ ഭാരതി കേട്ടോ. അഹിംസ വിശ്വ ഭാരതി. ഓക്കെ, എസ്റ്റാബ്ലിഷ്ഡ് ബൈ ആരാന്ന് വെച്ചാൽ എസ്റ്റാബ്ലിഷ്ഡ് ബൈ അഹിംസ വിശ്വ ഭാരതിയാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്നും ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക. എവിടെയാണെന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. എവിടെയാണ്? ഗുരുഗ്രാം. ഹരിയാനയിലെ ഗുരുഗ്രാമിലാണ് ഇത് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത്. പിന്നെ ആരാണ് എസ്റ്റാബ്ലിഷ് എന്ന് വെച്ചാൽ അത് അഹിംസ വിശ്വ ഭാരതിയാണ് എസ്റ്റാബ്ലിഷ് ചെയ്തതെന്ന് ഒന്ന് നോട്ട് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത കേരള അല്ലേ. കേരള സ്റ്റേറ്റ് ബിക്കം ദ ഫസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് എ സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ആരാണ് ഒരു ഫസ്റ്റ് സീനിയർ സിറ്റിസൺ കമ്മീഷൻ ഇവോൾവ് ചെയ്തെന്ന് ചോദിച്ചാൽ അത് കേരള സ്റ്റേറ്റ് ആണ്. ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. ഇത് വന്നിരിക്കുന്നത് കേരള സീനിയർ സിറ്റിസൺ ആക്ട് ഉണ്ട്. ആക്ട് ഓഫ് 2025 പ്രകാരമാണിത് ഈ ഒരു
ഓക്കെ, ഈ ആക്ട് 2025 ആക്ട് പ്രകാരമാണത് ദ ഫസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ഒരു സീനിയർ സിറ്റിസൺ കമ്മീഷൻ രൂപീകൃതമായത് കേട്ടോ. ഓക്കെ, ഇപ്പോൾ നോട്ട് ചെയ്ത് നോക്കുക. അതുപോലെ ക്രിസ്റ്റി കോവൻട്രി ഹാസ് ഇലക്റ്റഡ് ആസ് ദ ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡന്റ് ഓഫ് IOC. എന്താണ് ഈ IOC എന്ന് പറയുന്നത്? അത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി അല്ലേ. IOC ആണത് ഇന്ത്യൻ ഒളിമ്പിക് കമ്മിറ്റി IOC. ഇനി IOC എന്നാ ഫോം ചെയ്ത്? IOC ഫോം ചെയ്ത് 1894 IOC ഫോം ചെയ്ത്. ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് വെച്ചാൽ ലുസൈൻ. ഓക്കെ, ഹെഡ് ക്വാർട്ടേഴ്സ് ലുസൈനിലാട്ടോ. ലുസൈൻ അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ്. ഓക്കെ, അല്ലെങ്കിൽ സ്വിറ്റ്സർലൻഡിലാണിത് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുന്നത്. അതും നോട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ 1894 IOC ഫോം ചെയ്ത് അതിൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ഫീമെയിൽ ആൻഡ് ആഫ്രിക്കൻ പ്രസിഡൻ്റായിട്ട് ആര് മാറിയിട്ടുണ്ട്? ക്രിസ്റ്റി കോവൻട്രി മാറിയിട്ടുണ്ട്, അല്ലെങ്കിൽ അപ്പോയിൻറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഫീമെയിൽ എന്നൊക്കെ പറയുമ്പോൾ ചോദിക്കാനുള്ള ചാൻസ് വളരെ ഹൈ ആണ്. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ അതുപോലെ ഫോം ചെയ്ത് 1894 ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ലുസൈൻ. ഓക്കെ, സ്വിറ്റ്സർലാൻഡിൽ ലുസൈനിലാണ് ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത്. നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത് അഞ്ജു രതി റാണ ഹാസ് ബീൻ അപ്പോയിൻറ്റ് ആസ് ദ ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി ഓഫ് ഇന്ത്യ. ഓക്കെ, നമ്മൾ ഫസ്റ്റ് എന്ന് പറയുന്ന ടൈം വരുമ്പോഴേക്കും കുറച്ച് ഇമ്പോർട്ടൻസ് ഉണ്ടല്ലേ. ഓക്കെ, ഫസ്റ്റ് എന്ന് പറയുന്ന ടൈം വരുമ്പോഴേക്കും കുറച്ച് ഇമ്പോർട്ടൻസ്. അപ്പോൾ ആരാണ്? അഞ്ജു രതി റാണ ഹാസ് ബീൻ അപ്പോയിൻറ്റ് ആസ് ദ ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി ഓഫ് ഇന്ത്യ. അടുത്ത് ആണ് മാനൻ കുമാർ മിശ്ര ഹാസ് ബീൻ റീ എലക്റ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ദ ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. ഓക്കെ, വീണ്ടും നമ്മുടെ അപ്പോയിൻമെന്റ്സ് ആണ് ഇമ്പോർട്ടൻ്റ്. ആരാണ്? മനൻ കുമാർ. ഓക്കെ, മനൻ കുമാർ മിശ്ര ഹാസ് ബീൻ റീ എലക്റ്റഡ് ആസ് ദ ചെയർമാൻ ഓഫ് ബാർ കൗൺസിൽ ഓഫ് ഇന്ത്യ. അതുപോലെ അഞ്ജു രതി റാണ എന്താണ്? അപ്പോയിൻറ്റ് ആസ് ദ ഫസ്റ്റ് വുമൺ ലോ സെക്രട്ടറി ഓഫ് ഇന്ത്യ. അതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്പോയിൻമെൻ്റ് ആട്ടോ. നോട്ട് ചെയ്ത് പഠിക്കുക. അടുത്ത ഓസ്കാർ 2025 വെരി ഇമ്പോർട്ടൻറ്റ് അവാർഡ്സ് സെക്ഷനിൽ എപ്പോഴും ചോദിക്കുന്നതാണ്. ഓസ്കാർസ്, ഗോൾഡൻ ഗ്ലോബ്, IIF അവാർഡ്സ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. അപ്പോൾ നോക്കാം. ബെസ്റ്റ് ഫിലിം അതാണ് അനോറ എന്ന് പറയുന്ന ഫിലിമിനാണിത് ബെസ്റ്റ് ഫിലിം എന്ന അവാർഡ് ലഭിച്ചത്. ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചതും അനോറ എന്ന് പറയുന്ന ഫിലിമിനാട്ടോ. ഓക്കെ, മോസ്റ്റ് അവാർഡ്സ് ഏകദേശം 5 അവാർഡ്സ് എന്താണ് അനോറ എന്ന് പറയുന്ന ഫിലിമിന് ലഭിച്ചിട്ടുണ്ട്. ഓക്കെ, ബെസ്റ്റ് ഫിലിം അനോറ. ബെസ്റ്റ് ആക്ടർ ആണ് ബെസ്റ്റ് ആക്ടർ ആഡ്രിയൻ ബ്രോഡി. ഏത് ഫിലിമിലാണെന്ന് ചോദിക്കാം. ദ ബ്രൂട്ടാലിസ്റ്റ്. ഓക്കെ, അതാണ് ദ ബ്രൂട്ടാലിസ്റ്റ് എന്ന് പറയുന്ന ഫിലിമിലാണിത് ആഡ്രിയൻ ബ്രോഡിക്ക് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത്. ഇനി ബെസ്റ്റ് ആക്ട്രസ് ആരാണ്? അത് മൈക്കി മാഡിസൺ. ഓക്കെ, മൈക്കി മാഡിസൺ. ഏതാണ് മൂവി? അനോറ എന്ന് പറയുന്ന പോലെ നമ്മുടെ ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ച അനോറ എന്ന് പറയുന്ന മൂവിക്കാണിത് മൈക്കി മാഡിസന് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത്. ഇനി അടുത്ത ബെസ്റ്റ് ഡയറക്ടർ ഏതാണ്? സീൻ ബേക്കർ. അനോറ എന്ന് പറയുന്ന മൂവിക്ക് സീൻ ബേക്കറാണ് ദ ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. ഇനി ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ എന്ന് പറയുന്ന ഫിലിമാണ് ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ എന്ന് പറയുന്ന അവാർഡാണ്. അതുപോലെ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് ഏത് ഫിലിമാണെന്ന് വെച്ചാൽ അത് അനോറ എന്ന് പറയുന്ന മൂവിക്കാണ്. 5 അവാർഡ്സ് ആണ് ഇതിന് ലഭിച്ചിട്ടുള്ളത്. നോട്ട് ചെയ്ത് വെക്കുക. ഒന്നുകൂടെ പറയാം. ബെസ്റ്റ് ഫിലിം അനോറയാണ്. ബെസ്റ്റ് ആക്ടർ ആഡ്രിയൻ ബ്രോഡി. ബെസ്റ്റ് ആക്ട്രസ് മൈക്കി മാഡിസൺ. ബെസ്റ്റ് ഡയറക്ടർ സീൻ ബേക്കർ. ബെസ്റ്റ് ആനിമേറ്റഡ് ഫീച്ചർ ഫിലിം ഫ്ലോ എന്ന് പറയുന്ന ഫിലിമാണെന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത് സർബാനന്ദ സോനോവാൾ ഹാസ് അൺവീൽഡ് ദ വൺ നേഷൻ വൺ പോർട്ട് ഇനിഷ്യേറ്റീവ്. ഓക്കെ, വൺ നേഷൻ വൺ പോർട്ട് ഇനിഷ്യേറ്റീവ്. ആരാണ് ഈ സർബാനന്ദ സോനോവാൾ? മിനിസ്റ്റർ ഓഫ് പോർട്സ് അല്ലേ, സർബാനന്ദ സോനോവാൾ. മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ്. ഓക്കെ, മിനിസ്ട്രി ഓഫ് പോർട്സ്, ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണിത് സർബാനന്ദ സോനോവാൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ സർബാനന്ദ സോനോവാൾ ഹാസ് അൺവീൽഡ് ദ വൺ നേഷൻ വൺ പോർട്ട് ഇനിഷ്യേറ്റീവ്. എന്തിനാണ്? ടു മോഡർണൈസ് പോർട്ട്. ടു മോഡർണൈസ് പോർട്സ്. നമ്മുടെ പോർട്സുകളൊക്കെ ഒന്ന് മോഡർണൈസ് ചെയ്യാൻ വേണ്ടി എന്താണ് മറൈറ്റൈം പോർട്സ് ഒക്കെ അല്ലെങ്കിൽ ഇൻഫ്രാസ്ട്രക്ചർ, പോർട്സിൻ്റെ ഇൻഫ്രാസ്ട്രക്ചേഴ്സ് അല്ലേ. ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ എന്താണ് ഒന്ന് മോഡർണൈസ് ചെയ്യാൻ വേണ്ടി അദ്ദേഹം കൊണ്ടുവന്ന പുതിയ ഇനിഷ്യേറ്റീവ് ആണിത് വൺ നേഷൻ
വൺ പോർട്ട് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ ആരാണ് ലോഞ്ച് ചെയ്യുന്നത് ചോദിക്കാം, അല്ലെങ്കിൽ ഏത് മിനിസ്ട്രി ആണെന്ന് ചോദിക്കാം. ഏത് മിനിസ്ട്രി ആണ്? അത് മിനിസ്ട്രി ഓഫ് പോർട്ട് ഷിപ്പിംഗ് ആൻഡ് വാട്ടർവേസ് ആണ് ഇത് ലോഞ്ച് ചെയ്തതെന്നും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നാസ ഹാസ് ലോഞ്ച്ഡ് സ്പിയർ എക്സ് ആൻഡ് പഞ്ച് മിഷൻസ്. അത് മാത്രമല്ല, നാസ ഹാസ് ഓൾസോ ലോഞ്ച്ഡ് IM-2 മിഷൻ. ഓക്കെ, നാസ ലോഞ്ച് ചെയ്ത ഒരു 3 മിഷൻസിന്റെ പേരാണെന്ത്? സ്പിയർ എക്സ്, പഞ്ച് ആൻഡ് IM-2 മിഷൻ എന്ന് പറയുന്നത്. ഇനി എന്താണ് ഈ സ്പിയർ എക്സ് മിഷൻ എന്ന് പറയുന്നത്? സ്പിയർ എക്സ് മിഷൻ എന്ന് വെച്ചാൽ ടു സ്റ്റഡി നമ്മുടെ യൂണിവേഴ്സിന്റെ ഒറിജിനെ പറ്റി പഠിക്കുന്ന കേട്ടോ. ടു സ്റ്റഡി ദ ഒറിജിൻ ഓഫ് യൂണിവേഴ്സ്. ഓക്കെ, യൂണിവേഴ്സിന്റെ ഒറിജിനെ പറ്റി പഠിക്കാൻ വേണ്ടി നാസ ലോഞ്ച് ചെയ്ത ഓപ്പറേഷൻ ആണത്, അല്ലെങ്കിൽ മിഷൻ ആണത് സ്പിയർ എക്സ് എന്ന് പറയുന്നത്. ഇനി പഞ്ച് മിഷൻ എന്ന് വെച്ചാൽ എന്താ? നമ്മുടെ സണ്ണിന്റെ കൊറോണ ആൻഡ് ഹീലിയോസ്പിയറിനെ പറ്റി. ഓക്കെ, കൊറോണ ആൻഡ് ഹീലിയോസ്പിയർ. ഓക്കെ, സണ്ണിന്റെ കൊറോണ ആൻഡ് ഹീലിയോസ്പിയറിനെ പറ്റി പഠിക്കാൻ വേണ്ടി നാസ ലോഞ്ച് ചെയ്താണ് ദ പഞ്ച് മിഷൻ എന്ന് പറയുന്നത്. ഇനി IM-2 മിഷൻ എന്ന് വെച്ചാൽ അതൊരു ലൂണാർ മിഷൻ ആട്ടോ. IM-2 മിഷൻ എന്ന് വെച്ചാൽ ഒരു ലൂണാർ മിഷൻ. ചിലപ്പോൾ ചോദിക്കാം ഏത് ഈ പഞ്ച് മിഷൻ അല്ലെങ്കിൽ ലൂണാർ മിഷനൊക്കെ, അല്ലെങ്കിൽ സോറി IM-2 മിഷനൊക്കെ ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് ചോദിക്കാം. അപ്പം സ്പിയർ എക്സ് എന്ന് വെച്ചാൽ എന്താണ്? ടു സ്റ്റഡി ദ ഒറിജിൻ ഓഫ് അവർ യൂണിവേഴ്സ് ആണ്. അതുപോലെ പഞ്ച് മിഷൻ വെച്ചാൽ എന്താണ്? പഞ്ച് മിഷൻ എന്ന് വെച്ചാൽ നമ്മുടെ സണ്ണിൻ്റെ കൊറോണയും ഹീലിയോസ്പിയറിനെ പറ്റിയുള്ള സ്റ്റഡിക്കാണത് നമ്മൾ പഞ്ച് മിഷൻ ലോഞ്ച് ചെയ്തിരിക്കുന്നത്. അതുപോലെ IM-2 മിഷൻ ലൂണാർ മിഷനാണ്. ഓക്കെ, ലൂണാർ എക്സ്പ്ലോറേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന മിഷനാണ് IM-2 മിഷൻ എന്നും പഠിച്ചു വെക്കുക. ഇത് 3 ലോഞ്ച് ചെയ്ത് നാസയാണ്. ഓക്കെ, നാസയാണ് ഇത് 3 ലോഞ്ച് ചെയ്തിട്ടുള്ളത്. ഇനി അടുത്ത് ആദിത്യ-11 ഹാസ് റീസെൻ്റ്ലി ക്യാപ്ചർഡ് ദ ഫസ്റ്റ് സോളാർ ഫ്ലെയർ കർണൽ. എന്താണ്? ഇന്ത്യാസ് ഫസ്റ്റ് മിഷൻ ടു സൺ അല്ലേ? ഇന്ത്യാസ് ഫസ്റ്റ് മിഷൻ, ഇന്ത്യാസ് ഫസ്റ്റ് മിഷൻ ടു സൺ, അതാണത് ആദിത്യ-11 എന്ന് പറയുന്നത്. അപ്പം ഈ മിഷൻ എന്താണ്? ഈ മിഷൻ ആദ്യത്തെ പോയതിനു ശേഷം എന്താണ്? ഫസ്റ്റ് സോളാർ ഫ്ലെയറിൻ്റെ കേർണലിൻ്റെ എന്താണ് ഇമേജ് ക്യാപ്ചർ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ന്യൂസൊക്കെ റീസെൻ്റ്ലി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പോൾ ആദിത്യ-11 എന്താണ്? ഫസ്റ്റ് ഇന്ത്യാസ് ഫസ്റ്റ് മിഷൻ ടു സൺ ആണത് ആദിത്യ-11 എന്ന് പറയുന്നത്. ഓക്കെ, PSLV C-57 ആണ് കേട്ടോ. ഈ PSLV C-57 എന്ന റോക്കറ്റ് ലോഞ്ചറിലാണ് ആദിത്യ-11 പോയത്. അതും കൂടെ ജസ്റ്റ് നോട്ട് ചെയ്ത് നോക്കാം. മേ ബി എന്താണ് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അടുത്ത് ജോയ്മാല ബാഗ്ചി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ജഡ്ജ് ഓഫ് ദ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ ഫ്രം കൽക്കട്ട ഹൈക്കോർട്ട്. എന്താണ്? ജോയ്മാല ബാഗ്ചി ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഓക്കെ, പുതിയ സുപ്രീം കോടതി ജഡ്ജിന്റെ എന്താണ് ജഡ്ജ്മെന്റ് പാനലിലേക്ക് അദ്ദേഹത്തിന് അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് ഫ്രം കൽക്കട്ട ഹൈക്കോർട്ട്. അദ്ദേഹം ഇതിനു മുമ്പ് അദ്ദേഹം കൽക്കട്ട ഹൈക്കോർട്ടിലാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത് കേട്ടോ. അടുത്ത് രാജീവ് ഗൗബ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് എ ഫുൾ ടൈം മെമ്പർ ഓഫ് നീതി ആയോഗ്. ഓക്കെ, നീതി ആയോഗിന്റെ ഒരു ഫുൾ ടൈം മെമ്പറായിട്ട് രാജീവ് ഗൗബനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. നോട്ട് ചെയ്ത് വെക്കാം. ഓക്കെ, നീതി ആയോഗ് എന്നാ ഫോം ചെയ്ത്? January 1, 2015 ആണ് നീതി ആയോഗ് ഫോം ചെയ്ത്. അടുത്ത് 6 ന്യൂ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ്. ഓക്കെ, സൈറ്റ് ഇതൊരു ടെനറ്റീവ് ലിസ്റ്റ് ആട്ടോ. ഒരു ടെനറ്റേറ്റീവ് ലിസ്റ്റിലേക്ക് എന്താണ് ഇന്ത്യയിലെ 6 സൈറ്റുകൾ ആഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് കേട്ടോ. ടെനറ്റേറ്റീവ് ലിസ്റ്റ് ആണ്. ഓക്കെ, ടെനറ്റേറ്റീവ് ലിസ്റ്റ് ആണ്. അപ്പോൾ ഇന്ത്യയിലെ 6 സൈറ്റ്സ് എന്താണ് ഈ ഒരു ലിസ്റ്റിലേക്ക് എന്താണ് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏതൊക്കെയാണ്? ഫസ്റ്റ് കാങ്കർ വാലി നാഷണൽ പാർക്ക്. എവിടെയാണ്? ഛത്തീസ്ഗഡ് അല്ലേ? ഛത്തീസ്ഗഡിലെ ഓക്കെ, ഛത്തീസ്ഗഡിലെ കാങ്കർ വാലി നാഷണൽ പാർക്ക്. അതുപോലെ മുതുമലൈ മെഗാലിത്തിക് മെൻഹ്രീസ്. എന്താണ്? മുതുമലൈ മെഗാലിത്തിക് മെൻഹ്രീസ്. അതുപോലെ അശോകൻ എഡിക്ട് സൈറ്റ്സ്. എന്തൊക്കെയാണ് അശോകൻ എഡിക്ട് സൈറ്റ്സ്? പിന്നെ ചൗസത്ത് യോഗിനി ടെമ്പിൾസ്. ഓക്കെ, ഈ മുതുമലൈ മെഗാലിത്തിക് മെൻഹ്രീസ് തെലങ്കാനയിലാണ് കേട്ടോ. തെലങ്കാന, നിങ്ങൾ തമിഴ്നാടാണ് തിരിച്ചിരിക്കുന്നത്, അത് തെലങ്കാനയിലാണ്. തെലങ്കാന. അതുപോലെ ചൗസത്ത് യോഗിനി ടെമ്പിൾസ്, പിന്നെ ഗുപ്ത ടെമ്പിൾസ്, അതുപോലെ പാലസ്. ഓക്കെ, ഫോർട്രസ് ഓഫ് ദ ബുണ്ടേലാസ് എന്ന് പറയുന്ന പാലസ്. ഓക്കെ, മധ്യപ്രദേശിലും അല്ലെങ്കിൽ ഉത്തർപ്രദേശിലും കാണപ്പെടുന്ന പാലസ്. ഓക്കെ, ഫോർട്രസ് ഓഫ് ദ ബുണ്ടേലാസ്. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ പുതിയ 6 യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിന്റെ ടെനറ്റേറ്റീവ് ലിസ്റ്റിലേക്ക് ഇടം പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഏതൊക്കെയാണ് ആ സൈറ്റുകൾ ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്ത് വെക്കുന്നത് നല്ലതായിരിക്കും കേട്ടോ. അടുത്ത്
SpaceX Dragon spacecraft was used to bring back NASA astronauts Sunita Williams and Buzz Wilmore to Earth. അല്ലേ, നമ്മൾ കുറേ കാലമായിട്ട് കേൾക്കുന്ന ഒരു കാര്യമായിരുന്നു അല്ലേ, നമ്മുടെ ബോയിങ് സ്റ്റാർലൈനിൽ പോയ സുനിത വില്യംസും അതുപോലെ ബസ് വിൽമോറും എന്താണ് ഏകദേശം ഒരു 8 മാസക്കാലത്തോളം എന്താണ് അവിടെ നമ്മുടെ സ്പേസ് സ്റ്റേഷനിൽ കുടുങ്ങി കിടക്കുകയായിരുന്നു. അപ്പോൾ അവരെ തിരിച്ച് കൊണ്ടുവരുന്ന ഏത് സ്പേസ് ഷിപ്പിലാണ്? അത് SpaceX Dragonലാണ്, സ്പേസ് ക്രാഫ്റ്റിലാണ് അവരെ തിരിച്ച് എത്തിച്ച്. ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ഓക്കെ, SpaceX Dragon അവരെ തിരിച്ച് എത്തിച്ചു. ഇനി അവർ അങ്ങോട്ട് പോയത് ഏതായിരുന്നു? അങ്ങോട്ട് പോയത് ബോയിങ് സ്റ്റാർലൈൻ അല്ലേ, ബോയിങ് സ്റ്റാർലൈനാണിത്. ബോയിങ് സ്റ്റാർലൈനിൽ അവർ അങ്ങോട്ട് പോയി. പക്ഷേ എന്താണ്, ഹീലിയം ലീക്ക് അല്ലേ, ഹീലിയം ലീക്ക് കാരണം അവർക്കവിടെ കുടുങ്ങി കിടന്നതിന് വേണ്ടി ഏകദേശം ഒരു 8 മാസക്കാലത്തോളം എന്താണ് അവരവിടെ സർവേ ചെയ്തു. അതിനുശേഷം SpaceX Dragon സ്പേസ് ക്രാഫ്റ്റിൽ അവരെ ഇന്ത്യയിലേക്ക് തിരിച്ച് എത്തിച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അടുത്ത് തെലങ്കാന ഗവൺമെന്റ് ഹാസ് ലോഞ്ച് രാജീവ് യുഗ വികാസം സ്കീം. എന്താണ് ഈ രാജീവ് വികാസ് യുഗ സ്കീം? അത് സെൽഫ് എംപ്ലോയ്മെന്റ് ആട്ടോ, സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമാണ്. സെൽഫ് എംപ്ലോയ്മെന്റ് സ്കീമാണ്. അതായത് ലോൺസ്, ഓക്കെ, ഒരു 4 lakhs വരെയുള്ള ലോൺസ്, ഓക്കെ, അപ് ടു 4 lakh വരെയുള്ള എന്താണ് ലോൺസ് ഈ അൺഎംപ്ലോയിഡ് അല്ലെങ്കിൽ SC ST അതുപോലെ BC പോലുള്ള ഓക്കെ ക്ലാസ്സിന് പ്രൊവൈഡ് ചെയ്യുന്നതിനെ പറ്റിയുള്ള ഒരു സ്കീമാണെന്ത്, ദ രാജീവ് യുവ വികാസം സ്കീം എന്ന് പറയുന്നത്. അപ്പോൾ ഏത് സ്റ്റേറ്റ് ആണ് ഇത് ലോഞ്ച് ചെയ്യുന്നത് ചോദിക്കാം. ഇതാണ്, അത് തെലങ്കാന സ്റ്റേറ്റ് ആണിത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. അതുപോലെ എന്താണ് സെൽഫ് എംപ്ലോയ്മെന്റ് ആണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അപ്പോൾ എന്താ ഇതിൻ്റെ ടാർഗറ്റ് അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ എയിം എന്നൊക്കെ ചോദിക്കാം കേട്ടോ. അടുത്ത് എക്സൈസ് ഡിസേർട്ട് ഹണ്ട് 2025 വാസ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് അറ്റ് ജോധ്പൂർ. ഓക്കെ, ജോധ്പൂരിൽ എന്താണ് എക്സൈസ് ഡിസേർട്ട് ഹണ്ട് ആരാണ് ലോഞ്ച് ചെയ്തത്? അപ്പോൾ ഞാൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞായിരുന്നു ആരാ ലോഞ്ച് ചെയ്യുന്നത് ചോദിക്കാം. ഡിസേർട്ട് ഹണ്ട് വാസ് കണ്ടക്റ്റഡ് ബൈ ഇന്ത്യൻ എയർഫോഴ്സ് ആട്ടോ, ഇന്ത്യൻ ആർമിയും അതുപോലെ ഇന്ത്യൻ നേവി ഒന്നുമല്ല, ഇന്ത്യൻ എയർഫോഴ്സ് ആണെന്ത് ഡിസേർട്ട് ഹണ്ട് 2025 എന്താണ് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. എവിടെയാണെന്ന് വെച്ചാൽ അത് ജോധ്പൂരിലാണിത് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അതൊന്നും പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ അടുത്ത് ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ്. ഓക്കെ, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് അല്ലേ, ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്, വിൻ്റർ ഗെയിംസ് ഒക്കെ എപ്പോഴും ചോദിക്കുന്നതല്ല, നമ്മൾ റീസെൻ്റായിട്ട് കാണാറില്ല. നോക്കാം, ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് ഇന്ത്യൻ ആർമി ഹാസ് സ്റ്റോപ്ഡ്. ആരാണ് വോൺ ചെയ്തതെന്ന് വെച്ചാൽ ഈ വിൻ്റർ ഗെയിംസിൽ വോൺ ചെയ്ത് ആരാണ്? ഇന്ത്യൻ ആർമിയാണിത് വോൺ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 2 phase ആയിട്ടാണ്, നമ്മൾ ജാനുവരിയിലെ കറണ്ട് അഫയേഴ്സ് എന്ന് പറഞ്ഞായിരുന്നു, ഇത് 2 phase ആയിട്ടാണ് ഇത് നടക്കുന്നതെന്ന് പറഞ്ഞത് അല്ലേ. ഫസ്റ്റ് ഫേസ് ലഡാക്കിലാണ് നടന്നത്, സെക്കൻഡ് ഫേസ് എന്താണ്, സെക്കൻഡ് ഫേസ് നടക്കുന്നത് ഗുൽമാർഗിലാണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഫേസ് ലഡാക്കിൽ നടന്നു, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് ഫേസ് ലഡാക്കിൽ നടന്നു കേട്ടോ, ഫസ്റ്റ് ഫേസ് ലഡാക്കിൽ നടന്നു. ഇനി അവിടെ എന്താണ് ഐസ് ഹോക്കി ആൻഡ് ഐസ് സ്കേറ്റിംഗ് പോലുള്ള എന്താണ് ഇവൻറ്റുകളാണ് കണ്ടക്ട് ചെയ്ത്. സെക്കൻഡ് ഫേസ് ഹെൽഡ് ഇൻ ഗുൽമാർഗ്. ഓക്കെ, ഗുൽമാർഗിലാണ് സെക്കൻഡ് ഫേസ് നടന്നത്. അവിടെ എന്തൊക്കെയാണ് കണ്ടക്ട് ചെയ്തത്? അവിടെ ആൽപൈൻ സ്കൈയിങ്, സ്കൈ മൗണ്ടൈനറിങ്, അതുപോലെ സ്നോ ബോർഡിങ് പോലുള്ള ഇവൻറ്റുകളാണിത് അവിടെ കണ്ടക്ട് ചെയ്തത് കേട്ടോ. അപ്പോൾ ആരാണ് ടോപ്പ് ആയെന്ന് വെച്ചാൽ അത് ഇന്ത്യൻ ആർമിയാണ് ടോപ്പ് ചെയ്തത്. ഇനി എവിടെയാണ് കണ്ടക്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്ഷൻ നോക്കുക കേട്ടോ. ഓപ്ഷനിൽ ലഡാക്കാണോ ഗുൽമാർഗാണോ നോക്കുക. അപ്പോൾ ഫസ്റ്റ് ഫേസ് നടന്നത് ലഡാക്കിലാണ്, സെക്കൻഡ് ഫേസ് നടന്നത് ഗുൽമാർഗിലാണെന്നും നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ് ഹാസ് അൺവീൽഡ് വേവെക്സ് 2025. എന്താണ് ഈ വേവെക്സ് 2025 എന്ന് വെച്ചാൽ? അതായത് എൻ്റർടൈൻമെൻറ്റ് ആൻഡ് മീഡിയ സ്റ്റാർട്ടപ്സിനെ പറ്റി പറയുന്നത് കേട്ടോ. മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സ്റ്റാർട്ടപ്സിനെ പറ്റി അവരെന്ത് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി കേട്ടോ. മീഡിയ ആൻഡ് എൻ്റർടൈൻമെൻറ്റ് സ്റ്റാർട്ടപ്സ് ഓക്കെ, അവരെയൊക്കെ ഒന്ന് ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരു ഇവൻ്റാണ് വേവെക്സ് 2025 എന്ന് പറയുന്നത്. ആരാണ് ലോഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അത് മിനിസ്ട്രി ഓഫ് ഇൻഫോർമേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് RBI. ഓക്കെ, RBI ഹാസ് വോൺ ദ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025. നമ്മൾ നേരത്തെ RBI പറ്റി ഒരെണ്ണം പഠിച്ചായിരുന്നു. ഇവിടെ ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ അവാർഡ് 2025 ഏത് ഓർഗനൈസേഷനാണ് ലഭിച്ചതെന്ന് വെച്ചാൽ അത് നമ്മുടെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യക്കാണ് അത് ലഭിച്ചിരിക്കുന്നത്, നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ, അടുത്ത് 69th സെഷൻ ഓഫ് ദ യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻ ഓൺ ദ സ്റ്റാറ്റസ് ഓഫ് വുമൺ വാസ് ഹെൽഡ് അറ്റ് ന്യൂയോർക്ക്. ഞാൻ പറഞ്ഞു സബ്മിറ്റ്സ് മീറ്റിംഗ്, അതുപോലെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഹെൽഡ് ചെയ്യുന്നത് എവിടെയാണെന്ന് ചോദിക്കാം. എന്താണ് യുണൈറ്റഡ് നേഷൻസ് കമ്മീഷൻസ് ഓൺ സ്റ്റാറ്റസ് ഓഫ് വുമൺ, അതായത് ജെൻഡർ ഇക്വാളിറ്റി ഒക്കെ. ഓക്കെ, ജെൻഡർ
ഇക്വാളിറ്റി ഒക്കെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയാണ് ഇത് കണ്ടക്ട് ചെയ്തത്. ഇനി ഇന്ത്യയിൽ നിന്ന് ആരാണ് റെപ്രസെൻറ്റ് ചെയ്ത് പോയെന്ന് ചോദിക്കാം. ആരാണ്? അന്നപൂർണ ദേവിയാണ് പോയത് കേട്ടോ. അന്നപൂർണ ദേവി. ആരാണ് അന്നപൂർണ ദേവി? അന്നപൂർണ ദേവിയാണ് പോയത്. മിനിസ്ട്രി ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് അല്ലേ? മിനിസ്റ്റർ ഓഫ് വുമൺ ആൻഡ് ചൈൽഡ് ഡെവലപ്മെൻറ്റ് മിനിസ്റ്ററായ അന്നപൂർണ ദേവിയാണിത് ഇന്ത്യയിൽ നിന്നും ഈ ഒരു ഇവൻറ്റിൽ ന്യൂയോർക്കിൽ വെച്ച് കണ്ടക്ട് ചെയ്ത ഈ ഒരു ഇവൻറ്റിൽ പങ്കെടുത്തതും പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ചോദിക്കാൻ സാധ്യതയുള്ളത് അതായിരിക്കും. ആരാണ് ഈ ഒരു കമ്മീഷൻ അല്ലെങ്കിൽ ഒരു സെഷനിൽ ഇന്ത്യയിൽ നിന്നും അഡ്രസ്സ് ചെയ്ത്, അല്ലെങ്കിൽ ആരാണ് ആ ഒരു സെഷനിൽ ഉണ്ടായിരുന്നു ചോദിക്കുക. ആരാണ്? അത് അന്നപൂർണ ദേവിയാണെന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക. അടുത്താണ് മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ഹാസ് ലോഞ്ച് ദ PM യുവ 3.0 സ്കീം. എന്താണ് PM യുവ 3.0 സ്കീം എന്ന് വെച്ചാൽ? അതായത് യങ് ആയിട്ടുള്ള ഓതേഴ്സിന്, യങ് ഓതേഴ്സ്, അതായത് 30 ഇയേഴ്സിൽ താഴെയുള്ള, ബിലോ 30, 30 വയസ്സിൽ താഴെയുള്ള യങ് ഓതേഴ്സിനെ മെൻറ്ററിങ് ചെയ്യാൻ വേണ്ടി തുടങ്ങിയൊരു സ്കീമാണ് PM യുവ 3.0 സ്കീം എന്ന് പറയുന്നത്. ആരാണ്? മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ ആണ് ഇത് ലോഞ്ച് ചെയ്തിട്ടുള്ളത്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. അടുത്ത സെബി, സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ lowered the minimum investment amount in social stock exchange to 1000. നേരത്തെ ഇത് 10,000 ആയിരുന്നു കേട്ടോ. 10,000 ആയിരുന്നു നേരത്തെ മിനിമം സ്റ്റോക്ക് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത്. അപ്പം 10,000-ൽ നിന്നും 1000-ലേക്ക് ആ സ്റ്റോക്ക് എക്സ്ചേഞ്ച് എമൗണ്ടിൻ്റെ മിനിമം എമൗണ്ട് എന്താണ് സെബി ലോവർ ചെയ്തിട്ടുണ്ട്. അതുപോലെ റീസെൻ്റ് ആയിട്ട് സെബി എന്നാണ് ഫോം ചെയ്തതൊക്കെ ഇടയ്ക്കിടെ ചോദിക്കാറുണ്ട്. സെബി എന്നാണ് ഫോം ചെയ്തത്? സെബി ഫോം ചെയ്ത് 1988 1988 സെബി ഫോം ചെയ്ത്. അതുപോലെ ചെയർമാൻ ആരാണെന്ന് ചോദിക്കാറുണ്ട്. ആരാണ് ചെയർമാൻ? തുഹിൻ കന്ത പാണ്ഡെ അല്ലേ? തുഹിൻ കന്ത പാണ്ഡെയാണിത് ഇതിൻ്റെ ചെയർമാൻ എന്ന് പറയുന്നത്. അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം കേട്ടോ. തുഹിൻ കന്ത പാണ്ഡെയാണ് ഇതിൻ്റെ ചെയർമാൻ. അടുത്ത് ലിയോ ദ അൺടോൾഡ് ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് ബൈ PS രാമൻ. ഒരു ബുക്കാണ്, പുതിയൊരു ബുക്ക്. നമ്മുടെ IPL ചെന്നൈ സൂപ്പർ കിങ്സ് എന്നൊക്കെ പറയുന്ന ലിയോ ദ അൺടോൾഡ് ഓഫ് ചെന്നൈ സൂപ്പർ കിങ്സ് എന്ന് പറയുന്ന ബുക്ക് ആരാണ് എഴുതിയത്? PS രാമൻ റിലീസ് ചെയ്തിട്ടുണ്ടോ? PS രാമൻ എന്ന് പറയുന്ന ഓതർ അത് റിലീസ് ചെയ്തിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. അടുത്ത ഇന്ത്യ ഫ്രീ സ്പീച്ച് ഇൻഡെക്സ്. നമ്മൾ നേരത്തെ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് ഇൻഡെക്സ് ഒക്കെ പഠിച്ച പോലെ 2025 ഫ്രീ സ്പീച്ച് ഇൻഡെക്സ് ആരാണ് ടോപ്പായത്? നോർവേ ആണ് അല്ലേ? നോർവേ ആണ് ഈ ഒരു ഇൻഡെക്സിൽ ടോപ്പായത്. ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്? ഇന്ത്യയുടെ റാങ്ക് 24. ഞാൻ പറഞ്ഞു എപ്പോഴും ടോപ്പായത് ഏത് രാജ്യമാണ്, അതുപോലെ ഇന്ത്യയുടെ റാങ്ക് എത്രയാണ്. ഈ രണ്ട് കാര്യങ്ങളും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കണം. ഇന്ത്യയുടെ റാങ്ക് 24. ടോപ്പായത് നോർവേ ആണ്. ഇനി വിക്കി കൗശൽ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ബ്രാൻഡ് അംബാസഡർ ഓഫ് ടാറ്റ മോട്ടോഴ്സ്. ടാറ്റ മോട്ടോഴ്സിൻ്റെ പുതിയ ബ്രാൻഡ് അംബാസഡറായിട്ട് ആരാണ് അപ്പോയിന്റ് ചെയ്തത്? വിക്കി കൗശലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ കമ്പനിയുടെ പുതിയ ബ്രാൻഡ് അംബാസഡേഴ്സ് ഒക്കെ മാറുമ്പോഴേക്കും അത് ചോദിക്കാറുണ്ട്. കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ മിക്കപ്പോഴും നമ്മൾ കാണാറുണ്ട്. അടുത്ത് റൈസിന ഡയലോഗ് 2025. എവിടെയാണ് ഈ ഒരു കോൺഫറൻസ് അല്ലെങ്കിൽ ഡയലോഗ് നടന്നതെന്ന് വെച്ചാൽ ഇത് ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തത് കേട്ടോ. ന്യൂഡൽഹിയിലാണ് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തത്. ഇനി ചീഫ് ഗസ്റ്റ് ആരാണ്? ചീഫ് ഗസ്റ്റ് ക്രിസ്റ്റഫർ ലുക്സോൺ. ക്രിസ്റ്റഫർ ലുക്സോൺ ആണ് ഇതിന്റെ ചീഫ് ഗസ്റ്റ് ആയിട്ട് വന്നത്. എന്തുകൊണ്ടാണ് ഈ മീറ്റിംഗ് എന്ന് വെച്ചാൽ ടു ഡിസ്കസ് geopolitics and geo-economics. ജിയോപൊളിറ്റിക്സിനെ കുറിച്ചും ജിയോ-എക്കണോമിക്സിനെ കുറിച്ചും ചർച്ച ചെയ്യാൻ വേണ്ടിയാണ് ഈ ഒരു മീറ്റിംഗ് കണ്ടക്ട് ചെയ്തത്. ഇനി ഇതിൻ്റെ തീം എന്താണെന്ന് ചോദിച്ചാൽ കാലചക്ര, പീപ്പിൾ, പേസ് ആൻഡ് പ്ലാനറ്റ് ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അത് നിങ്ങൾ പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കാം. കാലചക്ര, പീപ്പിൾ, പീസ് ആൻഡ് പ്ലാനറ്റ് എന്ന് പറയുന്നതാണ് ഇതിൻ്റെ തീം. അപ്പോൾ എവിടെയാണ് ഇത് കണ്ടക്ട് ചെയ്തത്? ന്യൂഡൽഹിയിലാണ്. അതുപോലെ ആരായിരുന്നു ഇതിൻ്റെ ചീഫ് ഗസ്റ്റ്? ക്രിസ്റ്റഫർ ലുക്സോൺ ആയിരുന്നു ഇതിൻ്റെ ചീഫ് ഗസ്റ്റ് എന്ന് പറയുന്നത്. ഇതിൻ്റെ തീം എന്താണ്? തീം കാലചക്ര, പീപ്പിൾ, പീസ് ആൻഡ് പ്ലാനറ്റ് ആണെന്നും ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസിങ് കൺട്രീസ് അല്ലേ? അപ്പം ഇന്ത്യ ബിക്കം ദ വേൾഡ്സ് ടോപ്പ് മിൽക്ക് പ്രൊഡ്യൂസർ. അപ്പോൾ ലോകത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന രാജ്യം ആയിട്ട് മാറിയതാണ് നമ്മുടെ ഇന്ത്യയാണ് മാറിയിട്ടുള്ളത്. സെക്കൻഡ് വന്നിരിക്കുന്നത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണോ? യുണൈറ്റഡ് സ്റ്റേറ്റ്സ്. തേർഡ് പാകിസ്ഥാൻ. നാലാമതാണ് ചൈന. നാലാമതാണ് മിൽക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആ ഒരു
ലിസ്റ്റിൽ 4ാമത് ചൈനയാണുള്ളത്. മേ ബി ചോദിക്കാം ചൈനയുടെ റാങ്ക് ചോദിക്കാം, അല്ലെങ്കിൽ ഇന്ത്യയുടെ റാങ്ക് ഇന്ത്യ എത്രാമത് ചോദിക്കാം. ഇന്ത്യ ഫസ്റ്റ് ആണ്, സെക്കൻഡ് യുണൈറ്റഡ് സ്റ്റേറ്റ്സ്, തേർഡ് പാകിസ്ഥാൻ, ഫോർത്ത് ചൈനയാണെന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അടുത്ത് ജമ്മു ആൻഡ് കാശ്മീർ ഓർഗനൈസ് ദ വതൻ കോ ജാനോ പ്രോഗ്രാം. ഓക്കെ, വതൻ കോ ജാനോ, ഓക്കെ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് ലോഞ്ച് ചെയ്യുന്ന പ്രോഗ്രാമാണ്. ഓക്കെ, അണ്ടർ മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ് കേട്ടോ, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിൻ്റെ അണ്ടറിൽ വരുന്ന ഒരു പ്രോഗ്രാമാണ് വതൻ കോ ജാനോ. ഇനി ആരാണ് പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയാണെന്ന് ഇത് ഇനാഗ്രേറ്റ് ചെയ്ത്. അത് മാത്രമല്ല ഇത് എവിടെയാണെന്ന് ചോദിക്കുക, എവിടെയാണ്? ജമ്മു ആൻഡ് കാശ്മീരിലാണെന്ന് ഇത് ഓർഗനൈസ് ചെയ്തത്. ജമ്മു ആൻഡ് കാശ്മീരിലാണ് ഇത് ഓർഗനൈസ് ചെയ്തതെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കുക. ഫസ്റ്റ് ടെമ്പിൾ ഫോർ ഛത്രപതി ശിവജി മഹാരാജ് ഹാസ് ബീൻ ഇനാഗ്രേറ്റഡ് ഇൻ ഭിവാണ്ടി. ഓക്കെ, ഭിവാണ്ടിയിൽ എന്താണ് ഫസ്റ്റ് ടെമ്പിൾ ഓഫ് ഛത്രപതി ശിവജി മഹാരാജിൻ്റെ ആദ്യത്തെ ടെമ്പിൾ എവിടെയാണ്? ടെമ്പിൾ ഭിവാണ്ടിയിൽ എന്താണ് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ആരാണ്? ദേവേന്ദ്ര ഫാൻസ്, നമ്മുടെ മഹാരാഷ്ട്ര CM ആയ, ഓക്കെ, മഹാരാഷ്ട്ര CM ആയ, ഓക്കെ, മഹാരാഷ്ട്രമായ ദേവേന്ദ്ര ഫഡ്നാവിസ് ആണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, ദേവേന്ദ്ര ഫഡ്നാവിസ്. ഓക്കെ, ദേവേന്ദ്ര ഫഡ്നാവിസ് ആണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തത്. എവിടെയാണ്? ഭിവണ്ടിയിലാണിത് ഇത് ഇനാഗ്രേറ്റ് ചെയ്തിട്ടുള്ളത് കേട്ടോ. അടുത്ത് മൃദുലിക ജ വോൺ ദ രാംനാഥ് ഗോയങ്ക അവാർഡ് ഫോർ എക്സലൻസ് ഇൻ ജേർണലിസം. ഒരു ജേർണലിസം അവാർഡാണിത്, നമ്മുടെ രാംനാഥ് ഗോയങ്ക അവാർഡ് എന്ന് പറയുന്നത്. ഇത് ലഭിച്ച വ്യക്തിയുടെ പേരാണിത് മൃദുലിക ജ എന്ന് പറയുന്നത്. അവാർഡ്സ് ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്, നോട്ട് ചെയ്യുക കേട്ടോ. അടുത്ത 2005 IIFA അവാർഡ്സ്, നമ്മൾ ഓസ്കാർ പറഞ്ഞായിരുന്നു. IIFA അവാർഡ്സും അതുപോലെ എന്താണ് ഇമ്പോർട്ടൻ്റ് ആണെന്ന് പറഞ്ഞായിരുന്നു. അപ്പോൾ എവിടെയാണ് നടന്നത്? ഫസ്റ്റ് ഈ ഒരു അവാർഡ് ഹെൽഡ് ചെയ്ത് രാജസ്ഥാനിലെ ജയ്പൂരിലാണിത് ഈ ഒരു അവാർഡ് സെറമണി കണ്ടക്ട് ചെയ്തത്. ഇതിനകത്ത് ബെസ്റ്റ് ഫിലിം, നമ്മളെല്ലാം കണ്ട ലാപ്ത ലേഡീസിനാണ് ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചത് കേട്ടോ. വൺ ഓഫ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ഫിലിമാണ്, ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചിട്ടുണ്ട്. അതുപോലെ ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത് കാർത്തിക് ആര്യൻ. അത് കാർത്തിക് ആര്യനാണ് ഇത് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത്. ഭൂൽഭുലയ്യ 3, ഓക്കെ, ഭൂൽഭുലയ്യ 3 എന്ന മൂവിക്കാണിത് കാർത്തിക് ആര്യന് ബെസ്റ്റ് ആക്ടർ അവാർഡ് ലഭിച്ചത്. അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് നിധാൻഷി ഗോയൽ, അത് നമ്മുടെ ലാപ്ത ലേഡീസിൽ അഭിനയിച്ച നിധാൻഷി ഗോയലാണ് ഇത് ബെസ്റ്റ് ആക്ട്രസ് അവാർഡ് ലഭിച്ചത്. അതുപോലെ ബെസ്റ്റ് ഡയറക്ടർ കിരൺ റാവു, അതും നമ്മുടെ ലാപ്ത ലേഡീസിൻ്റെ ഡയറക്ടറായ കിരൺ റാവുനാണ് ഇത് ബെസ്റ്റ് ഡയറക്ടർ അവാർഡ് ലഭിച്ചത്. ഇനി ബെസ്റ്റ് മെയിൽ പ്ലേബാക്ക് സിംഗർ ആരാണ്? അത് ജുബിൻ നൗട്ടിയലാണ് ബെസ്റ്റ് പ്ലേബാക്ക് സിംഗർ. അതുപോലെ ബെസ്റ്റ് ഫീമെയിൽ പ്ലേബാക്ക് സിംഗർ നമ്മുടെ ശ്രേയ ഘോഷലാണ്. ഓക്കെ, ശ്രേയ ഘോഷലാണ് ഇത് ബെസ്റ്റ് ഫീമെയിൽ. മെയിലാണ് മെയിൽ ജുബിൻ നൗട്ടിയലാണ്. അപ്പോൾ ഏറ്റവും കൂടുതൽ അവാർഡ് ലഭിച്ചത് നമ്മുടെ ലാപ്ത ലേഡീസിനാണ്. ബെസ്റ്റ് ഫിലിം അവാർഡ് ലഭിച്ചു, അതുപോലെ ബെസ്റ്റ് ആക്ട്രസ് അവാർഡും ബെസ്റ്റ് ഡയറക്ടർ അവാർഡും 3 അവാർഡ് എന്താണ് ലാപ്ത ലേഡീസിന് IIFA അവാർഡ്സിൽ ലഭിച്ചിട്ടുണ്ട്. പ്രത്യേകം നോട്ട് ചെയ്ത് വെക്കുക. ബെസ്റ്റ് ആക്ടർ കാർത്തിക് ആര്യനാണ് ഭൂൽഭുലയ്യ 3 എന്ന് പറയുന്ന മൂവിക്കാണിത് ലഭിച്ചതെന്നും പഠിച്ചു വെക്കുക കേട്ടോ. അടുത്ത RK ശ്രീരാം കുമാർ ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ദ സംഗീത കലാനിധി അവാർഡ്. ഓക്കെ, സംഗീത കലാനിധി അവാർഡ് ലഭിച്ചവരാണ് ശ്രീരാമകുമാർ. RK ശ്രീരാംകുമാറിനാണ് ഇത് ലഭിച്ചത്. അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആട്ടോ. ഓക്കെ, വയലിനിസ്റ്റ് ആണ് അദ്ദേഹം കേട്ടോ. അപ്പോൾ എക്സാം നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അദ്ദേഹം ഒരു വയലിനിസ്റ്റ് ആണ്. അപ്പോൾ ഒരു എന്താണ് മ്യൂസിക് ഇൻസ്ട്രുമെൻറ്റ്സ് അല്ലെങ്കിൽ സംഗീതമായിട്ട് അല്ല മ്യൂസിക്കായിട്ട് ബന്ധപ്പെട്ട് കൊടുക്കുന്ന അവാർഡാണിത് സംഗീത കലാനിധി അവാർഡ് എന്ന് പറയുന്നത്. ഈ വർഷത്തെ ആർക്ക് ലഭിച്ചതാണ്? RK ശ്രീകുമാർ ആണിത് ലഭിച്ച വ്യക്തി. അടുത്ത ഹരീഷ് ചന്ദ്രൻ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഒറീസ ഹൈക്കോർട്ട്. ഓക്കെ, അപ്പോൾ ഒറീസ ഹൈക്കോർട്ടിൻ്റെ പുതിയ ചീഫ് ജസ്റ്റിസായിട്ട് ആരെ അപ്പോയിൻറ്റ് ചെയ്തു? ഹരീഷ് ടണ്ടോണിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ട്. ഹരീഷ് ടണ്ടോൺ ഹാസ് ബീൻ അപ്പോയിൻറ്റഡ് ആസ് ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഒറീസ ഹൈക്കോർട്ട് കേട്ടോ. ഓക്കെ, അടുത്ത് ജാർഖണ്ഡ് ഹാസ് വോൺ ദ 15th ഹോക്കി ഇന്ത്യ സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ്. ഓക്കെ, ജാർഖണ്ഡ് ഏത് സ്റ്റേറ്റ് ആണ് വോൺ ചെയ്തത്? ജാർഖണ്ഡ് ഹാസ് വോൺ ദ 15th ഹോക്കി ഇന്ത്യ സീനിയർ വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് കേട്ടോ. വുമൺ നാഷണൽ ചാമ്പ്യൻഷിപ്പ് ഏത് സ്റ്റേറ്റാണ് വോൺ ചെയ്തെന്ന് വെച്ചാൽ അത് ജാർഖണ്ഡാണ് വോൺ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അടുത്ത് ഇന്ത്യ ഹാസ് വോൺ ദ 2025 ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് അല്ലേ. നമ്മുടെ ലെജൻസ്, നമ്മുടെ ക്രിക്കറ്റ് ലെജൻസ് ഒക്കെ കളിച്ച ക്രിക്കറ്റ് ലെജൻസ്, അതായത് റിട്ടയർഡ് ആയി കഴിഞ്ഞ ലെജൻസ് തമ്മിൽ കളിക്കുന്ന ഒരു മാച്ചാണ് ഈ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മുടെ ലെജൻസ് ആയിട്ടുള്ള സച്ചിൻ, യുവരാജ് ഒക്കെ പ്ലേ ചെയ്തിരുന്നു. അപ്പോൾ നമ്മൾ ആ ഒരു കപ്പിൽ എന്താണ് ഈ ടൂർണമെന്റിൽ നമ്മുടെ ഇന്ത്യ എന്താണ് ഈ ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് സ്വന്തമാക്കിയിട്ടുണ്ടായിരുന്നു. ഇത് നടന്നത് ഇന്ത്യയിൽ തന്നെ വെച്ചായിരുന്നു കേട്ടോ. ഹോസ്റ്റ് ചെയ്ത് ഇന്ത്യ തന്നെയായിരുന്നു കേട്ടോ. ഹോസ്റ്റ് ചെയ്ത് ഇന്ത്യ ആയിരുന്നു. അതുപോലെ റണ്ണേഴ്സ് അപ്പ് ആയത് കേട്ടോ.
റണ്ണേഴ്സ് അപ്പ് ആയത് വെസ്റ്റ് ഇൻഡീസ് ആയിരുന്നു കേട്ടോ. വെസ്റ്റ് ഇൻഡീസ് ആണ് ഇതിനകത്ത് റണ്ണേഴ്സ് അപ്പ് ആയത്. അതുപോലെ ഏറ്റവും കൂടുതൽ മോസ്റ്റ് റൺസ് സ്കോർ ചെയ്തത് ഷെയ്ൻ വാട്സൺ ആയിരുന്നു കേട്ടോ. അതും വേണമെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചു. മോസ്റ്റ് റൺസ് ഷെയ്ൻ വാട്സൺ ആണ് ഏറ്റവും കൂടുതൽ റൺസ് സ്വന്തമാക്കി. അത് നോട്ട് ചെയ്ത് വെച്ചോട്ടോ. അപ്പം ഹോസ്റ്റ് ഇന്ത്യയിൽ നടന്ന ഇവൻറ്റിൽ ഇന്ത്യയാണ് ഇന്റർനാഷണൽ മാസ്റ്റേഴ്സ് ലീഗ് കപ്പ് കൊണ്ടുപോയത്. അപ്പോൾ റണ്ണേഴ്സ് അപ്പ് ആയത് വെസ്റ്റ് ഇൻഡീസ് ആണ്. ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത് ഷെയ്ൻ വാട്സൺ ആണെന്നും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ്. ഓക്കെ, അടുത്ത ഇമ്പോർട്ടൻ്റ്, നമ്മൾ നേരത്തെ ഖേലോ ഇന്ത്യ വിൻ്റർ ഗെയിംസ് പറഞ്ഞു, ഇതുപോലെ ഇമ്പോർട്ടൻ്റ് ആണ് ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ എവിടെയാണ് നടന്നത്? ഡൽഹി അല്ലേ. ഡൽഹിയിൽ വെച്ചാണ് ഈ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസ് കണ്ടക്ട് ചെയ്ത്. മാസ്കോട്ട് എന്താണ്? മാസ്കോട്ട് ഉജ്ജ്വല. ഓക്കെ, ഉജ്ജ്വലാണിത് മാസ്കോട്ട്. ഇതാണ് ഉജ്ജ്വല കേട്ടോ. ഓക്കെ, ഉജ്ജ്വലാണിത്. ഓക്കെ, മാസ്കോട്ട് ഉജ്ജ്വല. ഇനി ഹരിയാന ഏത് ടീമാണല്ലോ, ഏത് സ്റ്റേറ്റ് ആണ് ഒന്നാമത്തേത്? ഹരിയാന. വെരി വെരി ഇമ്പോർട്ടൻ്റ്. അതുപോലെ ഇവർ എത്ര ഗോൾഡ് സ്വന്തമാക്കിയെന്ന് പഠിച്ചു നോക്കണം കേട്ടോ. ഹരിയാന ടോപ്പ് ഇൻ ദ ഇവന്റ്. 34 ഗോൾഡ്, 39 സിൽവർ, 31 ബ്രോൺസ്. അങ്ങനെ എന്താണ് മൊത്തം എന്താണ് 30, 60, 90, 99, 100, 104 മെഡൽ എന്താണ് ടോട്ടൽ ഹരിയാന സ്വന്തമാക്കിയിട്ടുണ്ട്. അപ്പോൾ 34 ഗോൾഡ് ഹരിയാന സ്വന്തമാക്കി, പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കുക. ഇനി സെക്കൻഡ് ആരാ വന്നത്? സെക്കൻഡ് തമിഴ്നാടാണ് എത്തിയിട്ട്. തമിഴ്നാട് 28 ഗോൾഡ്, 19 സിൽവർ, അതുപോലെ 27 ബ്രോൺസ് മെഡൽ എന്താണ് തമിഴ്നാട് സ്വന്തമാക്കി. തേർഡ് പൊസിഷൻ വന്ന് ഉത്തർപ്രദേശാണ്. തേർഡ് പൊസിഷനിൽ ഉത്തർപ്രദേശ് എത്തിയിട്ടുണ്ട്. അപ്പം നിങ്ങൾ മാസ്കോട്ട് അതുപോലെ എവിടെ വെച്ചാണ് നടന്നത് തുടങ്ങി, പിന്നെ അതുപോലെ ഏറ്റവും ടോപ്പിലെത്തിയ സ്റ്റേറ്റ് ഏതാണെന്ന്, അതുപോലെ അവർ ഒരു എത്ര ഗോൾഡ് സ്വന്തമാക്കിയെന്നും പ്രത്യേകം നോട്ട് ചെയ്ത് നോക്കണം കേട്ടോ. ഗോൾഡ് ചിലപ്പോൾ ചോദിക്കാറുണ്ട്. അടുത്ത് ജയ്ഷ ഹാസ് ബീൻ ഹോണർഡ് വിത്ത് ദ ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് അറ്റ് ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ്സ്. ഓക്കെ, ഒരു അവാർഡ് അല്ലെ ആർക്കാണ് ലഭിച്ചത്? ജയ്ഷയ്ക്ക് ലഭിച്ചത്. എന്താണ്? ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ഫോർ അറ്റ് ഇന്ത്യ ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ്. ഓക്കെ, ഫോർബ്സ് ഇന്ത്യ ലീഡർഷിപ്പ് അവാർഡ് ഇവന്റിൽ അദ്ദേഹത്തിനാണ് ഐക്കൺ ഓഫ് എക്സലൻസ് അവാർഡ് ലഭിച്ചത് ജയ്ഷ. ഓക്കെ, നമ്മുടെ ICC ചെയർമാനൊക്കെയായ ജയ്ഷയ്ക്കാണ് ഇത്തവണത്തെ ഈ അവാർഡ് ലഭിച്ചത്. അടുത്ത് ഋഷഭ് പന്ത് ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ബ്രാൻഡ് അംബാസിഡർ ഓഫ് ഗോഐബിബോ അല്ലെ. നമ്മൾ കാണാറുണ്ട് ഗോഐബിബോയുടെ എന്താ നമ്മൾ ഹോട്ടൽ ബുക്കിംഗ്സ് പറഞ്ഞ കാര്യങ്ങൾ അല്ലെ, ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നതൊക്കെ ഗോഐബിബോ അല്ലേ. ഗോഐബിബോയുടെ പുതിയ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നമ്മുടെ ഋഷഭ് പന്തിനെ എന്താണ് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അടുത്ത ഹോക്കി ഇന്ത്യ അവാർഡ്സ്. ഓക്കെ, ഹോക്കി ഇന്ത്യ അവാർഡ്സ് പ്ലെയർ ഓഫ് ദി ഇയർ നമ്മുടെ ഹർമൻപ്രീത് സിംഗ്, ഇന്ത്യൻ ഹോക്കി പ്ലെയർ ആയ ഹർമൻപ്രീത് സിംഗ് ആണ് നമ്മുടെ പ്ലെയർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ വുമൺ ആരാണ്? അത് നമ്മുടെ സവിത പൂനിയ. ഓക്കെ, സവിത പൂനിക്കാണ് വുമൺ അവാർഡ് ലഭിച്ചിട്ടുള്ളത്. ഇനി ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡും ലഭിച്ചിട്ടുള്ളത് സെയിം ആർക്കാണ്? സവിത പൂനിയയ്ക്ക് തന്നെയാണ് ബെസ്റ്റ് ഗോൾ കീപ്പർ അവാർഡും ലഭിച്ചിട്ടുള്ളത്. ഇനി ഡിഫൻഡർ ഓഫ് ദ ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അമിത് രോഹിദാസ് ആണ്. ഡിഫൻഡർ ഓഫ് ദി ഇയർ അവാർഡ് ലഭിച്ചിട്ടുള്ളത് അമിത് രോഹിദാസ്. ഈ ഹോക്കി ഇന്ത്യ അവാർഡ്സ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ കൂടുതൽ ചാൻസ് ഉള്ളത് പ്ലെയർ ഓഫ് ദി ഇയർ മെന്നും വേണം, അതുപോലെ ഗോൾ കീപ്പറുമാണ്. പക്ഷേ നിങ്ങളൊരു എക്സ്ട്രാ പോയിന്റ് ആയിട്ടും കൂടെ ഡിഫൻഡർ ഓഫ് ദി ഇയർ കൂടെ ഒന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. അമിത് രോഹിദാസ് ആണ് ദ ഡിഫൻഡർ ഓഫ് ദ ഇയർ എന്ന് പറയുന്നത്. അടുത്ത് ആയുഷ്മാൻ ഖുറാന ഹാസ് ബീൻ നെയിം ദ ഫിറ്റ് ഇന്ത്യ ഐക്കൺ. ഓക്കെ, ഫിറ്റ് ഇന്ത്യ ഐക്കൺ ആയിട്ട് ആരെയാണ് എന്താണ് എടുത്തിരിക്കുന്നത് വെച്ചാൽ അത് ആയുഷ്മാൻ ഖുറാനയാണ് ദ ഫിറ്റ് ഇന്ത്യ ഐക്കൺ എന്ന് പറയുന്ന ഒരു ഇതിലേക്ക് നെയിം ചെയ്ത് വെച്ചിട്ടുണ്ടോ, ഫിറ്റ് ഇന്ത്യ ഐക്കൺ. അവരടുത്ത് വികാസ് കൗശൽ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ദ ചെയർമാൻ ആൻഡ് CEO ഓഫ് HPCL. ഓക്കെ, HPCLന്റെ പുതിയ CEO ആയിട്ട് ആരാണ്? ഹിന്ദുസ്ഥാൻ പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ പുതിയ CEO ആയിട്ട് ആരാണ്? വികാസ് കൗശലിനെ അപ്പോയിന്റ് ചെയ്തിട്ടുണ്ട്. വികാസ് കൗശൽ ഹാസ് ബീൻ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ആൻഡ് CEO ഓഫ് HPCL. ഇനി അടുത്ത് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഇവൻ്റാണ് ഏഷ്യൻ റെസ്ലിംഗ് ചാമ്പ്യൻഷിപ്പ് 2025 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഹെൽഡ് അറ്റ് ജോർദാൻ. ഓക്കെ, ജോർദാനിൽ വെച്ചാണ് ഈ ഒരു ഇവന്റ് കണ്ടക്ട് ചെയ്തത്. ഇനി ഇതിനകത്ത് ആർക്കൊക്കെയാണ് നമ്മുടെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് പോയ ആർക്കൊക്കെയാണ് എന്താണ് നേട്ടങ്ങൾ കൈവച്ച് നോക്കാം. ഫസ്റ്റ് ദീപക് പുനിയ വോണ്ട സിൽവർ മെഡൽ. ഓക്കെ, ദീപക് പുനിയക്ക് എന്താണ് ഒരു സിൽവർ മെഡൽ ലഭിച്ചിട്ടുണ്ട് അല്ലേ. ദീപക് പുനിയ won the silver medal. അതുപോലെ മനീഷ ഭൻവാല won the gold medal. അതാണ് മനീഷ ഭൻവാല ഗോൾഡ് മെഡൽ. ഇപ്പോൾ ഗോൾഡ് മെഡൽ കുറച്ച് ഇമ്പോർട്ടൻസ് കൂടുതലാണ്, അത് ആദ്യം പഠിക്കാം കേട്ടോ. മനീഷ ഭൻവാല won the gold medal and ഇന്ത്യ won the total 10 medals. ഇന്ത്യക്ക് മൊത്തം 10 മെഡൽസ് ആണ് ഇന്ത്യക്ക് സ്വന്തമാക്കിയത്. അതിനകത്ത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് 2 പേരെ നമുക്ക് പഠിക്കാം. അതൊക്കെയാണ് ഒന്ന് ദീപക് പുനിയ, ഒന്ന് മനീഷ ഭൻവാല. ഓക്കെ, മനീഷ ഭൻവാലയ്ക്ക് ഗോൾഡ് മെഡലും ദീപക് പുനിയയ്ക്ക് സിൽവർ മെഡലും ലഭിച്ചിട്ടുണ്ടെന്ന് പ്രത്യേകം ഒന്ന് നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അടുത്ത ഡേയ്സ് ആൻഡ് തീം, നമ്മുടെ മാർച്ചിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡേയ്സ് ആൻഡ് തീംസ് നോക്കാം. ഫസ്റ്റ് നോക്കാം. ഓക്കെ, മാർച്ച് 1 വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആയിട്ട് എന്താണ് മാർച്ച്. ഓക്കെ, വേൾഡ് സിവിൽ ഡിഫൻസ് ഡേ ആണ് മാർച്ച് 1. അടുത്ത് വീണ്ടും ഉണ്ട് എന്താണ് സീറോ ഡിസ്ക്രിമിനേഷൻ ഡേയും മാർച്ച് 1 തന്നെയാണ്. സീറോ ഡിസ്ക്രിമിനേഷൻ ഡേ എന്താണ് തീം? വി സ്റ്റാൻഡ് ടുഗദർ. എന്താണ്? വി
സ്റ്റാൻഡ് ടുഗദർ എന്നാണ് 0 ഡിസ്ക്രിമിനേഷൻ ഡേയുടെ തീം എന്ന് പറയുന്നത്. അടുത്ത് March 3 എന്താണ്? വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ആണ്. വേൾഡ് വൈൽഡ് ലൈഫ് ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. എപ്പോഴും ചോദിക്കാറുണ്ട് വേൾഡ് വൈൽഡ് ലൈഫ് ഡേ ഒക്കെ എന്നാണ്, അതുപോലെ തീം എന്താണെന്ന് ചോദിക്കാറുണ്ട്. ഓക്കെ, വേൾഡ് വൈൽഡ് ലൈഫ് ഡേ അതിൻ്റെ തീമാണ് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ്. എന്താണ്? വൈൽഡ് ലൈഫ് കൺസർവേഷൻ ഫിനാൻസ് ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അതുപോലെ March 4 ആണ് വേൾഡ് ഒബിസിറ്റി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നത്. March 4 ആണ്. അതുപോലെ March 4 വീണ്ടും ഉണ്ട് നാഷണൽ സേഫ്റ്റി ഡേ ആയിട്ട് നമ്മൾ ആചരിക്കുന്നു. എന്താണ്? March 4. ഓക്കെ, അതിൻ്റെ തീം എന്താണ്? സേഫ്റ്റി ആൻഡ് വെൽ ബീയിങ് ക്രൂഷ്യൽ ഫോർ വികസിത് ഭാരത്. എന്താണ്? സേഫ്റ്റി ആൻഡ് വെൽ ബീയിങ് ക്രൂഷ്യൽ ഫോർ വികസിത് ഭാരത് ആണ് ഇതിൻ്റെ തീം എന്ന് പറയുന്നത്. അടുത്ത March 8 വീണ്ടും വെരി 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 ഇമ്പോർട്ടൻ്റ് ആണ്. March 8 നമ്മുടെ ഇൻ്റർനാഷണൽ വുമൺസ് ഡേ ആയിട്ട് നമ്മൾ പറയുന്നതാണ്. March 8 ഇത്തവണത്തെ തീം എന്താണ്? ആക്സിലറേറ്റ് ആക്ഷൻ. ഓക്കെ, എന്താണ്? ആക്സിലറേറ്റ് ആക്ഷൻ എന്നാണ് ഇത്തവണത്തെ 2025 തീം എന്ന് പറയുന്നത്. അടുത്ത് March 20 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഹാപ്പിനെസ് ആയിട്ട് നമ്മൾ പറയുന്നതാണ്. March 20 കെയറിങ് ആൻഡ് ഷെയറിങ് ആണ് അതിൻ്റെ തീം എന്ന് പറയുന്നത്. അപ്പോൾ കെയറിങ് ആൻഡ് ഷെയറിങ്. അടുത്ത് ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, വെരി ഇമ്പോർട്ടൻറ്റ്. 21 22 വളരെ ഇമ്പോർട്ടൻ്റ് ആട്ടോ. 21 ഇൻ്റർനാഷണൽ ഡേ ഓഫ് ഫോറസ്റ്റ്, അതിൻ്റെ തീമാണ് ഫോറസ്റ്റ് ആൻഡ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഇനി വീണ്ടും വേൾഡ് പോയിട്രി ഡേ, അതും എന്താണ്? March 21 ആണ്. അടുത്ത് March 22 വേൾഡ് വാട്ടർ ഡേ. ഓക്കെ, വേൾഡ് വാട്ടർ ഡേ ആയിട്ട് March 22 ഗ്ലേസിയർ പ്രിസർവേഷൻ. എന്താണ്? ഗ്ലേസിയർ പ്രിസർവേഷൻ ആയിട്ടാണ് ഇത് നമ്മൾ ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. വേൾഡ് വാട്ടർ ഡേയുടെ ഗ്ലേസിയർ പ്രിസർവേഷൻ. ഓക്കെ, അടുത്ത് March 23 എന്താണ്? ഷഹീദ് ദിവസമായിട്ട് നമ്മൾ ആചരിക്കുന്നതാണിത്. March 23 എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, അടുത്ത് March 24 വേൾഡ് ട്യൂബർകുലോസിസ് ഡേ, TB, വേൾഡ് TB ഡേ. ഇത്തവണത്തെ തീം എന്ന് പറയുന്നത് യെസ് വി ക്യാൻ എൻഡ് TB എന്നാണ് ഇത്തവണത്തെ തീം എന്ന് പറയുന്നത്. അടുത്ത March 23 വേൾഡ് മെട്രോളജിക്കൽ ഡേ, ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ എന്നാണ് മെട്രോളജിക്കൽ ഡേയുടെ തീം എന്ന് പറയുന്നത്. അതുപോലെ March 30 ഇൻ്റർനാഷണൽ ഡേ ഓഫ് സീറോ വേസ്റ്റ് ആണ് March 30 എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ മാർച്ച് മാസത്തിലെ ദ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ PDF വേണമെങ്കിൽ നിങ്ങൾ താഴെ കാണുന്ന SC മലയാളി ആപ്പ് എൻ്റെ ലിങ്ക് കൊടുത്തേക്കാം, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക. ഓക്കെ, അപ്പോൾ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്ത മാസത്തെ കറണ്ട് അഫയേഴ്സ് വീണ്ടും കാണാം. ഓക്കെ, താങ്ക് യു, ബൈ.